റിസർച്ച് ലിറ്ററേച്ചറിൽ നമ്മൾ ഉപയോഗിച്ച സങ്കല്പനങ്ങളുടെ മൂർച്ച പോകാതെ അതിന് ഇക്വലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശബരിമല സമരം ഉണ്ടാക്കിയ ഒരു വലിയ വിടവ് ഈ വലതുപക്ഷ മൊബിലൈസേഷൻസിലെ സ്ത്രീകളെ നമ്മൾ പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. സ്വജാതി വിവാഹം എന്നുള്ളത് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ആവശ്യപ്പെട്ട ഒരു ഇതാണ്. അതില്ലെങ്കിൽ നാണക്കേടാണ്. വീട്ടി ഭട്ടത്തിരിപ്പാടിനെ പോലെയുള്ള ഒരാൾ കണ്ണുനീരോടെ ആണെങ്കിലും അതിന് വഴങ്ങുക ചെയ്യുന്നത്. അവസാനം കേരളത്തിൽ ഇങ്ങനെ പലയിടത്തും പോയി പ്രഭാഷണം നടത്തുന്ന ദലിത് ബുദ്ധിജീവി പ്ലസ് CPM ബുദ്ധിജീവി അങ്ങനെ പെയറിങ്സ് ഉണ്ടായിരുന്നു. ആ പെയറിങ്സിനോട് എനിക്ക് നല്ല കെറിവുണ്ട്. ഒരു അഫക്റ്റീവ് ലോകത്തെ മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെയാണ് അതിൻ്റെ ചലഞ്ച്, അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ചലഞ്ചുകൾ. എൻ്റെ ഗാർഹസ്ഥ്യം ഞാൻ തന്നെ സൃഷ്ടിച്ചപ്പോൾ അതിൽ ആനന്ദം മാത്രമേ ഉള്ളൂ. 20-ാം നൂറ്റാണ്ടിലെ വലിയ സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരികളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായിട്ട് ഞാൻ കണ്ടത് മറ്റൊരു ഭാഷയിലേക്ക് അവർക്കൊരു പ്രവേശം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പുസ്തകം എന്ന് വെച്ചാൽ എൻജോയബിൾ ആണോ വെച്ചാൽ ആണ്, ബട്ട് ദേ ഡോണ്ട് ടച്ച് യുവർ സോൾ, ദേ ഡോണ്ട് റിങ് യുവർ സോൾ. അറിയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്രാഫ്റ്റ് അത്തരത്തിൽ പതുക്കെ മാറ്റി എഴുതുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ പോലും ആൾക്കാർക്ക് ഇഷ്ടമല്ല. ക്ലൈമറ്റ് ചേഞ്ച് എഡ്യൂക്കേഷൻ ചിലപ്പോൾ പിള്ളേരെ പേടിപ്പിക്കാനും ചാൻസ് ഉണ്ട്. വളരെ കൃത്യമായ രീതിയിൽ വിവേചനമുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്. ഞാൻ CDS പോലെയുള്ളൊരു സ്ഥാപനം അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ മരിച്ചു പോയേനെ. കാരണം അതുപോലെ എന്നെ ദ്രോഹിച്ചേനെ. ഒരു പരബ്രഹ്മത്തിൻ്റെ സ്റ്റേറ്റസ് ഉള്ള ഒരു മുതലാളിത്തം കേരളത്തിലുണ്ട്. ഫൈനാൻസ് ക്യാപിറ്റലിസ്റ്റ്. നല്ല പുസ്തകം ഒരുപാട് പേര് വായിക്കും, പക്ഷെ തിരിച്ച് ഒരുപാട് പേര് വായിക്കുന്ന പുസ്തകം നല്ലതാവണമെന്നില്ല. എൻ്റെ പുസ്തകം മാതൃഭൂമി ടോപ്പ് 10 ലിസ്റ്റിൻ്റെ മണ്ടയിലാണ് കഴിഞ്ഞ 10 ആഴ്ചയായിട്ട് എന്നൊക്കെ പറയുന്നത് കരച്ചിൽ വരും. കാരണം എന്ത് കഷ്ടമാണ്. പത്മരാജൻ്റെ കഥകൾ പോലും ആർക്കും വേണ്ട. സമുദായ നേതൃത്വങ്ങളുടെ ഒരു പ്രത്യയശാസ്ത്രപരമായ ആ ഒരു കാതൽ ഭാഗം അങ്ങ് പഴകി പൊടിച്ച് നശിച്ച് അതിന് പകരം വരാനൊന്നും അതിനെ ഒന്ന് നവീകരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. അപ്പോൾ 90കളൊക്കെ ആകുമ്പോഴേക്കും ലിബറലൈസേഷൻ വന്നു കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഒരുതരം കമ്മ്യൂണിറ്റി കോർപ്പറേറ്റ്സ് ആയിട്ട് മാറുന്നു. ജയദേവികയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ സത്യത്തിൽ കേരളത്തിൽ ആവശ്യമില്ല. കേരളത്തിൻ്റെ സാമൂഹ്യ ശാസ്ത്ര പഠന മേഖലയിൽ മാത്രമല്ല, സാഹിത്യം, സംസ്കാരം, രാഷ്ട്രീയം തുടങ്ങിയ ഏത് മേഖലകളിലും അന്തർദേശീയമായ തലത്തിൽ തന്നെ ശ്രദ്ധിക്കത്തക്ക തരത്തിലുള്ള പഠനങ്ങളും അഭിപ്രായങ്ങളും പുസ്തകങ്ങളും എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ദേവികയാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ സംസാരം തുടങ്ങുന്നത് ദേവികയുടെ തന്നെ വളരെ പ്രശസ്തമായ, ഞാൻ പറയുന്ന ഒരു പാത്ത് ബ്രേക്കിംഗ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ നിന്നാണ് തുടങ്ങുന്നത്. കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടായതെങ്ങനെയെന്ന് പറയും. അത് കേരളത്തിൻ്റെ ഫെമിനിസ്റ്റ് ചരിത്രം എന്നുള്ളതിനേക്കാൾ ഉപരി അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ആധുനികതയെക്കുറിച്ചും കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ ഉണ്ടായിരുന്ന പല ധാരണകളെയും പുനഃപരിശോധിക്കാനും മാറ്റുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കൃതിയാണ്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഈ കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടായത് ഇങ്ങനെയെന്നുള്ള പുസ്തകം ഒരു 2-3 ജീവിത ആഗ്രഹങ്ങളുടെ ഒരു കൾമിനേഷനാണ്. അതായത് ഞാൻ ഗവേഷണം ചെയ്തു തുടങ്ങുന്ന സമയത്ത് കേരളത്തിലെ ഒരു ലിംഗഭേദം എന്ന അധികാര വ്യവസ്ഥയെ വിമർശിക്കുന്ന തരത്തിലുള്ള എഴുത്തുകൾ കുറവായിരുന്നു. ഉണ്ടായി വരുന്നുണ്ടായിരുന്നു, പക്ഷേ എണ്ണത്തിലൊക്കെ കുറവായിരുന്നു. അതുമാത്രമല്ല, കേരളത്തിനെ ഈ പറഞ്ഞ പോലെ ലിംഗഭേദത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കേരളത്തിൻ്റെ ചരിത്രത്തെ കാണുക. അപ്പം അങ്ങനെ കേരളത്തിലെ ലിംഗഭേദ അധികാര വിരുദ്ധ രാഷ്ട്രീയത്തിന് ഒരു ചരിത്രമുണ്ടാവുക, അങ്ങനെയൊരു സംഗതി, അങ്ങനെയൊരു പ്രവർത്തനം ആവശ്യമായ ഒരു സമയമായിരുന്നു ഈ 1990s. 1990s ധാരാളം സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ വിമർശനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ലിംഗാധികാരത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയത്തിന് ഒരു ചരിത്രം കേരളത്തിൽ ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതായത് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്നോ ഒക്കെ തട്ടിക്കൂട്ടി കൊണ്ടുവന്നതാണ്. പ്രത്യേകിച്ച് 90കളൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ലിബറലൈസേഷൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നൊരു വാക്കായി. ഇതൊക്കെ ഈ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ആഗോള മുതലാളിത്തം നമ്മുടെ തലയിൽ കെട്ടിയേൽപ്പിക്കുന്ന എന്തോ ഒരു സംഗതിയാണെന്നുള്ള മട്ടിൽ ഇതിനെ ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു വകുപ്പ് കൂടി ആ സമയത്ത് ഉണ്ടായി. അപ്പം ഞാനന്ന് വിദ്യാർത്ഥിനിയാണ്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് അങ്ങനെ ഒരു ചരിത്രം, ഒന്നാമത് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാവണം. അങ്ങനെ ചരിത്രം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയെങ്കിലും വേണം നമ്മൾ മിനിമം. അപ്പം അതൊരു വശത്ത്. മറുവശത്ത് ഇത്
എങ്ങനെ കൂടുതൽ വായനക്കാരിലേക്ക് എത്താം എന്നുള്ളത്. കാരണം ഞാൻ എഴുതി തുടങ്ങുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങൾ, അത് ലിംഗ അധികാര സംബന്ധമായ വിഷയങ്ങളടക്കം എല്ലാം തന്നെ വായിക്കുന്നത് വളരെ ചെറിയൊരു വായനാ സമൂഹമാണ്. അതായത് മലയാളത്തിൻ്റെ ഏറ്റവും ഉയർന്ന എന്ന് വേണമെങ്കിൽ പറയാവുന്ന, മലയാളത്തിൻ്റെ ഏറ്റവും ഗഹനമായ അല്ലെങ്കിൽ ഏറ്റവും ഡെൻസായ രീതിയിൽ മലയാളം എഴുതുന്ന മലയാളം വായിക്കാൻ ശേഷിയുള്ള ചെറിയൊരു വിഭാഗം ആൾക്കാരാണ് ഇത് വായിക്കുന്നത്. ഇതായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പം അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പം അന്തരം വളരെ വലുതായിട്ട് തോന്നും. കാരണം ഒരു വശത്ത് ഈ പറയുന്ന പോലെ നമ്മൾ ഒരു കേരളത്തിൻ്റെ അതിർത്തികൾ, ഭാരതത്തിൻ്റെ അതിർത്തികൾ തന്നെ അതിനും അപ്പുറം കവിഞ്ഞു കിടക്കുന്ന ഒരു ബൗദ്ധിക ലോകത്തിൽ നിന്ന് ഗവേഷകരുടേതായിട്ടുള്ള, അക്കാഡമിക്സിൻ്റേതായിട്ടുള്ള ഒരു ബൗദ്ധിക ലോകത്ത് നടക്കുന്ന ചർച്ചകളും അങ്ങനെ അതിൽ നിന്നൊക്കെ അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ടും അതിൽ നിന്ന് പലതരത്തിലുള്ള വിഭവങ്ങൾ കൈക്കൊണ്ടുമൊക്കെ രചിക്കുന്ന ഈ പുതിയ രചന, ഈ ഫെമിനിസ്റ്റ് ഹിസ്റ്ററിന്നോ ജെൻഡർ ഹിസ്റ്ററിന്നോ ഒക്കെ പറയാവുന്ന ഒരു സംഗതി. മറുവശത്ത് അപ്പോൾ അത് ഒരു വശത്ത് അത്തരം റിസോഴ്സസ് നമ്മൾ കൈക്കൊള്ളുന്നു, മറുവശത്ത് നമ്മുടേതായിട്ടുള്ള ചരിത്ര സംബന്ധമായിട്ടുള്ള ഉപാധികളും പിന്നെ മറ്റ് ചരിത്ര സാമഗ്രികളും അത് ആർക്കും വേണ്ടാതെ ഏതെങ്കിലുമൊക്കെ ആർക്കൈവ്സിലും പഴയ പിന്നെ ലൈബ്രറികളിലും ഒക്കെ കിടക്കുന്ന അത്തരം ഉപാധികളെ മുഴുവൻ നമ്മൾ ശേഖരിച്ച് കൊണ്ടുവരിക. മറുവശത്ത് ഈ പറയുന്ന പോലെ ഒരു ആഗോള അക്കാദമിക ചർച്ചകളിൽ നിന്ന് പലതരത്തിലുള്ള റിസോഴ്സസ് അറിവുകളും രീതിശാസ്ത്രങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ BA ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് എന്തിന് നിങ്ങൾ ചരിത്രം പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് വേറൊന്നും കിട്ടാത്തത് കൊണ്ടെന്ന് പറയുന്ന അത്രയും അറിവില്ലായ്മയുടെ ഒരു ആഴം കാണാം. അപ്പോൾ ഈ ഒരു വലിയ ഗ്യാപ്പുണ്ട്. ഇതെങ്ങനെ ബ്രിഡ്ജ് ചെയ്യും എന്നുള്ളത്, ഈ രണ്ട് തരം എങ്ങനെയെങ്കിലും ഈ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. ഈ രണ്ട് ആഗ്രഹങ്ങൾക്കും ഒരു പരസ്പര ബന്ധമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ഹിസ്റ്ററി, കേരളത്തിൻ്റെ 20ാം നൂറ്റാണ്ടിനെ പറ്റി അല്ലെങ്കിൽ ആധുനിക കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വാട്ട് ഈസ് ദ ഫെമിനിസ്റ്റ് ഹിസ്റ്ററി, വാട്ട് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ജെൻഡർ ഇൻ കേരള എന്നുള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പറഞ്ഞ ഒരു വളരെ ചെറിയ സർക്കിളിൻ്റെ ഉള്ളിൽ മാത്രം ഉന്നയിച്ചിട്ട് കാര്യമില്ല. ആ ചരിത്രം ശരിക്കും ഈ പറയുന്ന ലിംഗ അധികാരത്തിന് ഏതെങ്കിലും തരത്തിലൊക്കെ അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതായിട്ട് അനുഭവപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട്. അവരിലേക്ക് കൂടി അത് ആ ചരിത്രത്തെക്കുറിച്ചുള്ള ചർച്ച തുറന്നു വിടുക. മാത്രമല്ല അപ്പോൾ മാത്രമേ ഈ ചരിത്രം സ്വയം നവീകരിക്കാനുള്ളൊരു ടൂളായിട്ട് മാറുകയുള്ളൂ. ഞാൻ പണ്ട് കളിയാക്കി പറയുമായിരുന്നു, മാതൃഭൂമി ആഴ്ച പതിപ്പിലൊക്കെ ഈ ലേഖനങ്ങൾ വന്നു തുടങ്ങിയ സമയത്ത് നമ്മുടെ പല സുഹൃത്തുക്കളും, എൻ്റെ ബന്ധുക്കൾ പലരും ചോദിക്കും, ഇതെന്തുവാടി നീ എഴുതുന്നതെന്ന്, ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം ഞാൻ അപ്പച്ചിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചി ഇതൊന്നും വായിക്കരുത്, ഇതൊക്കെ താടിക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതുന്നതാണ്. പിന്നെ താടിക്കാരെ പഠിപ്പിക്കാൻ അറിയാമല്ലോ, അന്നൊക്കെ ബുദ്ധിജീവികളുടെ വൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ ഒരു പ്രത്യേകതരം, ഇപ്പോൾ താടി എന്ന് പറഞ്ഞാൽ ഒരു ബൗദ്ധിക ഉന്നത നിലവാരത്തിൻ്റെ ലക്ഷണമായിട്ടൊക്കെയാണ് അന്ന് സാധാരണക്കാരൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ അവരെ പേടിച്ചാൽ അവരുടെ ഭാഷയിൽ എനിക്ക് എഴുതാൻ കഴിയുമെന്ന് തെളിയിച്ചാലേ എനിക്ക് അന്ന് അംഗീകാരം ഉണ്ടാവുള്ളൂ. ഒരു സ്കോളർ എന്നുള്ള നിലയ്ക്ക് ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ ഇവരുടെ അംഗീകാരം ഉണ്ടാവണം, അത് നേരിട്ടോ അല്ലാതെയോ ഉണ്ടാവണം. അപ്പോൾ അതിന് അവരുടെ ഭാഷയിൽ അവരെക്കാളും ഭംഗിയായിട്ട് എനിക്ക് എഴുതാൻ പറ്റണം, ടെക്നിക്കലായ ഭാഷയിൽ. അതിനു വേണ്ടിയാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ എഴുതിയിരുന്നത്. ഇപ്പം എഴുതേണ്ട ആവശ്യമില്ല, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതുന്നുമില്ല ഇപ്പം. കാരണം വെച്ചാൽ ആ ആവശ്യം കഴിഞ്ഞു. അന്ന് ആ റിക്വയർമെൻറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ഈ വലിയ ബുദ്ധിജീവി മലയാളി പുരുഷ ബുദ്ധിജീവികളുടെ ഒന്നും അംഗീകാരം ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഘട്ടം കഴിഞ്ഞു. ആ ഘട്ടം ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലതുണ്ട്, ഇത് ഒരിക്കലും ഈ ലെവലിൽ മാത്രം നിന്നാൽ പോരാ എന്ന്. അപ്പം അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്ന് വെച്ചാൽ ഇതിനെല്ലാം സപ്പോർട്ട് വേണം. നമുക്ക് കേരളത്തിൽ ഈ പറയുന്ന പോലെയാണ് ഇത് സപ്പോർട്ട് കിട്ടുന്നത് മുഴുവൻ ഈ പറയുന്ന പോലെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയൊക്കെ അവരുടെ അനുകൂലികളായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്കൊന്നും അങ്ങനെ കാര്യമായ സപ്പോർട്ടൊന്നും കിട്ടില്ല. എനിക്ക് ഭാഗ്യത്തിന് അന്ന് ടാറ്റ ട്രസ്റ്റിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് തേജസ്വിനി നിരഞ്ജനയായിരുന്നു നയിച്ചിരുന്നു. തേജസ്വിനി ഒരു സ്കോളർ ആയതുകൊണ്ട് തന്നെയും ഈ പറഞ്ഞ വർക്കിൻ്റെ ഒരു പ്രാധാന്യം ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്കൊരു ചെറിയ ഗ്രാൻഡ് കിട്ടി. അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു തരം ഫീൽഡ് വർക്ക് ചെയ്തു. അതായത് കേരളത്തിലെ 3 ജില്ലകളിൽ നിന്ന് 6 കോളേജുകൾ, ഗവൺമെൻറ് കോളേജുകൾ തിരഞ്ഞെടുത്തിട്ട്, അതായത് കേരളത്തിലെ ഏറ്റവും ദരിദ്രരായ കുട്ടികൾ സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജുകൾ തിരഞ്ഞെടുത്തിട്ട്
ഞാൻ അവിടെ പോയി ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ച് അവരുടെ പെർമിഷൻ എടുത്തിട്ട് ഞാൻ BA-BSc ലെവൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളെ അവരോട് സംസാരിക്കാൻ അനുവാദം തേടിയിട്ട് ഞാൻ അവരോട് ഈ ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചു. ഈ ചരിത്രം എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, അങ്ങനെ ഒരു രാവിലത്തെ ഒരു സെഷൻ, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഈ ചരിത്രം എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, അപ്പം നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് കൗതുകമുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഇപ്പം നമ്മുടെ സമീപകാലത്ത് നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും, നമുക്ക് ചുറ്റും നടക്കുന്ന നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് ഈ ലിംഗഭേദവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലെ ആൺ പെൺ വ്യത്യാസങ്ങൾ, ഇതിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാവുന്ന തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയാമോ? അപ്പോൾ അത് ചോദ്യങ്ങളായിട്ടല്ല പലപ്പോഴും വരുന്നത്, ചില കൗതുകങ്ങളായിട്ടൊക്കെയാണ് ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ പലരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ചർച്ചകൾ. കാരണം ഒന്ന് ഈസപ്പ് ചെയ്യുമല്ലോ, രാവിലത്തെ ആ ചർച്ച കഴിയുമ്പോൾ കുട്ടികളൊന്ന് ഫ്രീ ആവും. അപ്പോഴാണ് ഈ വളരെ വളരെ എൻഗേജിങ് ആയിട്ടുള്ള, അപ്പോൾ ഉദാഹരണത്തിന് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, കേരളത്തിൽ റാണിമാരുണ്ടായിരുന്നു. ഈ പുസ്തകത്തിന്റെ ഒരു ടൈറ്റിൽ ഒരു ചാപ്റ്റർ അതാണ്. അപ്പം ഞാൻ അവരോട് ചുമ്മാ കളിയായിട്ട് ചോദിച്ചു, ശരി ഞാനൊരു ലിസ്റ്റ് തന്നാൽ മതിയോ, റാണിമാരുടെ ഒരു ലിസ്റ്റ്. അപ്പോൾ അതിൽ പലരും പറഞ്ഞു അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രീയ അധികാരം എപ്പോഴെങ്കിലും സ്ത്രീകൾ കയ്യിൽ വെച്ചിട്ടുണ്ടോ എന്ന് അറിയാനാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ പ്രോബ് ചെയ്യുമ്പം അവർക്ക് അത് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നതേ. നമ്മളൊന്ന് പ്രോബ് ചെയ്താൽ മതി. അപ്പോൾ പലപ്പോഴും കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അന്ന് നമുക്ക് കിട്ടിയ ഇംപ്രഷനും അങ്ങനെയാണ്, ഭയങ്കര ഷാലോ ആണ്, അങ്ങനെയാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മളൊന്ന് ശരിക്കും ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവർ നല്ല വൃത്തിയായിട്ട് അവർ മനസ്സിലുള്ള കാര്യം ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പലതും. അപ്പോൾ ഈ പെണ്ണരശ് നാടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതെന്താണ്, അങ്ങനെ. പിന്നെ ഈ ചന്തപ്പണ്ട്, ഇത് അവിടുന്ന് വന്നൊരു ചോദ്യമാണ്. നമ്മൾ ഉറക്കെ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചന്തപ്പണ്ടിനെ പോലെ അലക്കാതടി എന്ന് ചോദിക്കുന്നത് എന്തിനാണ്, അങ്ങനെയൊക്കെയുള്ളത്. അതിലെന്താണ് ഈ തറവാട്ടിൽ പിറന്നവൾ എന്നുള്ളതാണ് എല്ലായിടത്തും. അപ്പോൾ ഇത് അവർ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയായി ചോദിക്കുന്നത് അവരുടെ ചുറ്റുവട്ടത്തും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ ചാപ്റ്റേഴ്സ് ഉണ്ടായത്. അപ്പോൾ ഈ പോയ സ്ഥലങ്ങളിൽ കുട്ടികൾ ഏറ്റവും അധികം, ഞാൻ ഈ കുട്ടി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അറിയാതെ വന്നു പോകുന്ന നാവിൽ, ഇവരൊന്നും കുട്ടികളൊന്നുമല്ല. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ തുടരെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് ഇതിൻ്റെ കോറിൽ വന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ, ഓരോ ചോദ്യങ്ങളും ഒരു ചാപ്റ്ററായി മാറി. അപ്പോൾ ഇത് സംബന്ധിച്ച ആ സമയത്ത്, അതായത് 2010 ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന ഗവേഷണത്തെ ഉപജീവിച്ചിട്ടാണ് ഇതെഴുതിയത്. അതിൽ ഏറ്റവും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പല അസംഷൻസിനെയും അത് തിരിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, വളരെ ഫണ്ടമെന്റലായ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതിൻ്റെ പലതും ഇനിയും ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. അപ്പം അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ നവോത്ഥാനത്തെക്കുറിച്ചും കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചും എല്ലാം ഉള്ള, അതിൽ എങ്ങനെയായിരുന്നു സ്ത്രീകൾ സിസ്റ്റമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ട്, അതെങ്ങനെയാണ്? അല്ല, ശരിക്കും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വളരെ ലിമിറ്റഡ് ആയ ഒരു സർക്കിളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ജ്ഞാനത്തിൻ്റെ സൃഷ്ടി നേരത്തെ നടന്നതാണ്. അതെ, ഞാൻ മാത്രമല്ല, ഞാൻ ഇതിൽ സൈറ്റ് ചെയ്യുന്ന വേറെ പല ചരിത്ര രചയിതാക്കളും അതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു സാധാരണ അത്തരം ആ പറഞ്ഞ ലിമിറ്റഡ് സർക്കിളിൻ്റെ ഒരു എന്താ പറയുക, സ്പെഷ്യലൈസ്ഡ് ഭാഷയ്ക്കുള്ളിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാതെ എങ്ങനെ പറയാം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ചലഞ്ച്. അപ്പം ഈ പറഞ്ഞ ഹിസ്റ്ററിയുടെ ഒരു പ്രാധാന്യം, നേരത്തെ പറഞ്ഞ ഹിസ്റ്ററിയുടെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, അത് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ മുൻപ് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന 20-ാം നൂറ്റാണ്ടിനെ കുറിച്ചുള്ള 2 തരം ചരിത്ര വഴികളുണ്ട്. ഒന്നൊരു ലിബറൽ ഹിസ്റ്റോറിയോഗ്രഫിയാണ്, നമ്മൾ ജനറൽ ഹിസ്റ്ററീസ് എന്നൊക്കെ പറയുന്ന പോലെ. ആ ലിബറൽ ഹിസ്റ്റോറിയോഗ്രഫി വളരെ വ്യക്തമായിട്ടും ഈ പറയുന്ന പോലെ മലയാളി നവോത്ഥാനം അതിനെയൊക്കെ ഒട്ടും തന്നെ ചോദ്യം ചെയ്യാതെ, അതിൻ്റെ വരേണ്യ സ്വഭാവത്തെ ഒന്നും തന്നെ ചോദ്യം ചെയ്യാതെ അതാണ് കേരളത്തിനെ ഉണ്ടാക്കിയത് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ജനറൽ ലിബറൽ ഹിസ്റ്റോറിയോഗ്രഫി ഒരു വശത്ത്. മറുവശത്ത് നമുക്ക് ഈ കേരള മാതൃകയുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ഡെമോക്രാറ്റിക് തന്നെ വിളിക്കേണ്ട ഒരു ചരിത്രത്തെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി,
അത് രണ്ടാമത്. മാർക്സിസ്റ്റ് ചരിത്രം മറ്റൊരു ശാഖയാണ്. അത് പക്ഷേ ഈ പറയുന്ന പോലെ ലിബറൽ ഹിസ്റ്റോറിയോഗ്രഫിയുമായിട്ടൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും കലഹിച്ചിട്ടില്ല. അങ്ങനെ കാര്യമായി കലഹിച്ചിട്ടില്ല. അപ്പോൾ ഈ സോഷ്യൽ ഡെമോക്രസിയുടെ വേറൊരു തരം കേരള മാതൃക ചരിത്രം അത് വേറൊന്ന്. അപ്പോൾ ഇതിന് രണ്ടിനോടും വിയോജിക്കുകയും ഈ വെറുതെ വിയോജിക്കുകയല്ല, ഈ രണ്ടിലും വന്നിരിക്കുന്ന പാളിച്ചകളെ തുറന്നു കാട്ടാൻ അത്രയും ശക്തമായ ഉപാധികൾ വേറെ കണ്ടെത്തുക. ബോത്ത് ഒരു തിയററ്റിക്കലായിട്ടുള്ള റിസോഴ്സസ് ആകട്ടെ, എംപിരിക്കലായിട്ടുള്ള റിസോഴ്സസ് ആകട്ടെ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശക്തമായ രീതിയിൽ ഈ പറയുന്ന നിലവിലുള്ള ആദ്യം പ്രോബ്ലമറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ചെയ്തത് നമ്മൾ ഈ പറയുന്ന മറ്റേ മണ്ഡലത്തിലാണ്. മറ്റേ ചെറിയ ഒരു ഗവേഷകരുടെ മാത്രമായിട്ടുള്ള, അധികവും ഗവേഷകർ മാത്രം വായിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ മണ്ഡലത്തിനുള്ളിലാണ്. അവിടുന്ന് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ പുരുഷ ബുദ്ധിജീവികളുടെ വൃത്തങ്ങളിലേക്കാണ് പിന്നെ വരിക. അതാണ് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെയൊക്കെ വരുന്നത്. പിന്നെ അതിന്നും അല്ലാണ്ട് മറ്റൊരു വായനാ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുമ്പോഴാണ് മറ്റൊരു ഭാഷ തന്നെ നിർമ്മിക്കേണ്ടി, വേറൊരു തരം ഗദ്യം എഴുതേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനം വെച്ചാൽ ഇതിലൊന്നും റിഗർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, വാദിക്കുന്നതിൻ്റെ ഒരു റിഗർ, അത് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് വലിയ പ്രധാനമാണ്. അത് വളരെ സൂക്ഷിക്കണമായിരുന്നു. ഈ പുസ്തകം എഴുതുന്നതിൻ്റെ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ എളുപ്പം ഉള്ള ഭാഷയിൽ എഴുതുക എന്നുള്ളതല്ല, മറിച്ച് ഈ ഭാഷയുടെ ഒരു റിസർച്ച് ലിറ്ററേച്ചറിൽ നമ്മൾ ഉപയോഗിച്ച സങ്കല്പനങ്ങളുടെ മൂർച്ച പോകാതെ അതിന് ഇക്വലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുലസ്ത്രീ എന്നൊക്കെ ഉള്ളത് ശരിക്കും മറ്റൊരു ഒരു കൺസെപ്റ്റാണ്, അതൊരു സങ്കല്പനമാണ്. ചന്തപ്പെണ്ണ്, കുലസ്ത്രീ എന്നൊക്കെയുള്ള നമ്മുടെ എവറിഡേ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പദങ്ങളെ സങ്കല്പനങ്ങളായി മാറ്റുക. പലപ്പോഴും നമ്മൾ ആ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞാൽ മതി. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ ഈ വളരെ വളഞ്ഞു കൂത്തി നമ്മുടെ അക്കാഡമിക് ഭാഷയിലൊക്കെ പറയുന്നത് നമ്മുടെ സാധാരണ ഭാഷയിൽ ഒറ്റ വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ചന്തപ്പെണ്ണെന്ന് പറഞ്ഞാൽ ഈ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള, ഈ പറയുന്ന പോലെ ഈ മലയാളി മോഡേണിറ്റി എക്സ്ക്ലൂഡ് ചെയ്യുന്ന തരം ഫീമെയിൽ ലൈവ്സ് ഉണ്ട്, സ്ത്രീ ജീവിതങ്ങളുണ്ട്. അപ്പം അതിനെ വളരെ നമുക്ക് വേണമെങ്കിൽ ആ ഭാഷയ്ക്കകത്ത്, ഈ അക്കാഡമിക് ഭാഷയ്ക്കകത്ത് നമുക്ക് വളരെ വളഞ്ഞ ചുറ്റിയൊക്കെ പറയാം. പക്ഷേ ഈ ചന്തപ്പെണ്ണെന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എവിടെ ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞത് എന്തുവാണ്. അപ്പം അതായിരുന്നു അതിൻ്റെ ഒരു ചലനവും ഞാൻ അതിൽ നിന്ന് പഠിച്ചത്. കാരണം എനിക്ക് തോന്നുന്നത് ഇതുപോലെ പുസ്തകം, ഏത് പുസ്തകം എഴുതിയാലും ഈ എഴുതുന്ന ആൾ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കണം. ആൾക്കാരെ പഠിപ്പിക്കാൻ നടക്കുന്നതിന് മുമ്പേ നമ്മൾ പഠിക്കണം. നമുക്ക് ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തിനാ ഈ പുസ്തകം എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്ക് കുറേ പഠിക്കാനുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന മൂന്നാമത് ഒരു പബ്ലിക്കിൽ എഴുതാൻ പഠിച്ചു, പിന്നെ രണ്ടാമതൊരു പബ്ലിക്കിലും എഴുതാൻ പഠിച്ചു, മൂന്നാമതൊരു പബ്ലിക്കിൽ എഴുതാൻ പഠിക്കണം. അത് പഠിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിരുന്നു ഇതിൽ. പിന്നെ ഇതിൻ്റെ ചില പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരെണ്ണം എനിക്ക് പ്രത്യേകിച്ചും തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ ഇതിൽ പറയുന്ന കേരളത്തിൻ്റെ ഈ ആധുനികതയുടെ കൂടെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിനെ വളരെ ഫോക്കസ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് ഒരു പുതിയ ന്യൂ എലീറ്റിസം വന്നു എന്ന് പറയും. നവവരേണ്യത എന്ന് പറയുന്ന ഇതിലേക്ക് അത് പ്രത്യേകിച്ച് ഈ 3 കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ, നായർ, സുറിയാനി, ക്രിസ്ത്യാനി, ഈഴവ ഒരു പരിധി വരെ. അപ്പൊ ഈ നവവരേണ്യത സൃഷ്ടിച്ചെടുത്ത ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയാണ് കേരളീയ സ്ത്രീയും അല്ലെങ്കിൽ കുലസ്ത്രീയുമായി മാറുന്നതെന്ന് പറയുന്നത്. അതിന് നമ്മൾ ഇന്നിപ്പം 14 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ എങ്ങനെയാണ് രവിക ഒന്നുകൂടെ? ഞാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒന്ന്, ഈ ശബരിമല സമരത്തിന് ഞാൻ ഇൻഫാക്റ്റ് ഇത് റീപ്രിൻ്റ് ചെയ്യണമെന്ന കാര്യം ആലോചിച്ചപ്പം എനിക്ക് ഇടയ്ക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, എനിക്കിതിലൊരു ചാപ്റ്റർ കയറ്റണം എന്നായിരുന്നു. അതായത് ഈ ശബരിമല സമരം ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ കേരളത്തിലെ ഇത്രയും അഭ്യസ്തവിദ്യരായ ആധുനികരായ സ്ത്രീകൾ എങ്ങനെയാണ് ഇത്രയും റിഗ്രസീവായിട്ടുള്ള ഒരു സമരത്തെ ഇത്ര വ്യാപകമായി പിന്തുണച്ചതെന്നുള്ളതിനെപ്പറ്റി ഒരു ചോദ്യം ഇവിടെ വരേണ്ടതാണ്. കാരണം അത് എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യമായിരുന്നു. കാരണം ഈ ശബരിമല സമരം ഉണ്ടാക്കിയ ഒരു വലിയ വിടവ് ഈ വലതുപക്ഷ മൊബിലൈസേഷൻസിലെ സ്ത്രീകളെ നമ്മൾ പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഈ ശബരിമല ഇത് നടക്കുമ്പോഴാണ് ഞാൻ ഈ പുസ്തകം രണ്ടാമത് വായിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സാധനം മനസ്സിലാവുന്നത്.
പക്ഷേ എന്നാൽ അതിൽ നിന്ന് അപ്പുറം പോകേണ്ട കാര്യമുണ്ട്. കാരണം നമ്മളിപ്പം ശബരിമല സമരത്തിൻ്റെ വെളിച്ചത്തിൽ ഇവരെ രണ്ടാമത് വായിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ശരിക്കും വലതുപക്ഷത്തിന് ഒരുപാട് സ്പേസ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പേസിൽ ഉദാഹരണത്തിന് ഇപ്പോൾ കല്യാണി അമ്മയെ പോലെ ഒരാൾ അവർ ഇതിൻ്റെ അകത്തൊരു ബി കല്യാണിയമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഞാൻ കോട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അത്. അപ്പോൾ അവർ പുത്തഴുത്ത് രാമമേനോനെയാണെന്ന് തോന്നുന്നു വളരെ കാര്യമായിട്ട്. അപ്പോൾ അതിൻ്റെ പക്ഷേ ആ ലേഖനത്തിൻ്റെ ബാക്കി ഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞങ്ങളൊന്നും ഈ ആധുനിക ഈ പാശ്ചാത്യ വനിതകളെ പോലെ ഒന്നും അല്ല, ഞങ്ങളൊക്കെ വളരെ പരിശുദ്ധകളാണ്. ഞങ്ങൾക്കിങ്ങനെ ഉദ്യാനത്തിൽ ഉലാത്താനും ആണുങ്ങളോട് ഇങ്ങനെ ഡാൻസ് കളിക്കാനും അങ്ങനെയൊന്നും യാതൊരു ഇതുമില്ല. ഞങ്ങൾക്കതൊന്നും യാതൊരു ഇതുമില്ല. ഞങ്ങൾക്കിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്ന് നാരങ്ങ വെള്ളം മേടിച്ച് കുടിക്കാനും ഒന്നും ബോഞ്ചി വെള്ളം ഒന്നും മേടിച്ച് കുടിക്കാനൊന്നും യാതൊരു ഇതുമില്ല. അതൊക്കെ ഈ പാശ്ചാത്യ വനിതകളുടെ ഓരോ പെർവേഷൻസാണ്. ഞങ്ങളൊക്കെ അപ്പം ഇത് ഈ പറയുന്ന ഒരേ സമയം അവർ പറയുന്നത് അവർക്ക് പിന്നെ ആധുനിക അതായത് പണ്ട് കല്യാണി കളവാണിയൊക്കെ പാടുന്നതിന് പകരം അവർക്ക് ദീക്ഷിതരുടെയും ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ദീക്ഷിതരുടെയൊക്കെ കൃതികൾ പാടണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ആ ലെവലിൽ അവർ ഈ പറയുന്ന പോലെ പഴയ ആ സ്ത്രീ അല്ല, ആധുനിക ഈ പറഞ്ഞ പോലെ പുതിയ കുലസ്ത്രീയാണ്. പക്ഷെ ആ പുതിയ കുലസ്ത്രീക്ക് ഈ പറയുന്ന യാതൊരു സ്വാതന്ത്ര്യങ്ങളും വേണ്ട എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുതരം സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള തരം ലിബറേഷൻ ഇവർ ആവശ്യപ്പെടുന്നത്. അതായത് ആചാരത്തിന് തള്ളിക്കളയുന്നുണ്ടോ? പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല. ഒരുതരം സെലക്റ്റീവായ ഒരു പ്രോസസ്സിൽ കൂടെ ഈ ആചാരത്തിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്നതിനെല്ലാം റീറ്റെയിൻ ചെയ്യാണ്. ബാക്കി ചില ഈ തീരെ ഈ പറഞ്ഞ പോലെ വൾഗറായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും, അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ അതിനെയൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയി കിടന്ന് ഉന്തുകയും തള്ളുകയൊക്കെ ചെയ്യുന്നതിന് പകരം വളരെ ഒതുങ്ങി ഒരു സൈഡിൽ ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടായിട്ട് മാറി നിന്ന് വളരെ അച്ചടക്കത്തോടെ തൊഴുത് അത് അപ്പോൾ അത്രയും ഈ എല്ലാവരെയും കൂടെ കിടന്ന് ഉന്താനും അനുവദിക്കുന്ന ആചാരം വേണ്ട. അപ്പോൾ ഈ സ്ത്രീകൾ ഇതിൻ്റെ ഉള്ളിൽ നടത്തുന്നതെന്ന് പറഞ്ഞ ഒരു തരം വിക്ടോറിയൻ ആയിട്ടുള്ള ലെൻസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഈ ആചാരത്തിനെ പകുക്കുക ചെയ്ത്, എന്നിട്ട് വിക്ടോറിയൻ ആയിട്ടുള്ള ഒരു തരം മൂല്യ വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നതിനെയൊക്കെ ഇവർ സ്വീകരിക്കുക. വീണ്ടും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ നിയോ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് കൊളോണിയൽ ഇതിനകത്ത് വന്നതിന്റെ ആ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറ്റുന്നത് വെച്ചാൽ അപ്പോൾ ഈ സ്ത്രീകൾ ആരാണെന്ന് ചോദിച്ചാൽ അപ്പോൾ അതിൽ നിന്നും കടന്നാണ് ഞാൻ പിന്നീട് ഈ കുടുംബം എന്ന് പറയും. ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൽ ഞാൻ ചെയ്യുന്നത് കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം, ഈ ആധുനിക കുടുംബം ഈ നവവരേണ്യർക്കിടയിലും അതിന് പുറത്തു കിടക്കുന്ന വലിയ ബഹുഭൂരിപക്ഷമായിരുന്ന മർദ്ദിത ജാതി തൊഴിലാളി വർഗങ്ങളുടെ ഇടയിലും ഈ ആധുനിക കുടുംബം എന്ന ആ ഒരു സ്ഥാപനം രൂപപ്പെട്ടത് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇപ്പം ചെയ്യുന്ന വർക്ക്. അപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ഈ പറയുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഈ ആധുനിക കുടുംബത്തിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ എവിഡൻ്റാണ്. കാരണം ഒന്ന് എൻഡോഗാമി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ നവവരേണ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെയും നെടുനായകത്വം വഹിക്കുന്ന ഒരു കൺസേൺ ആണ് എൻഡോഗാമി. അപ്പം നമ്മളെ തന്നെ കല്യാണം കഴിക്കുക, നമ്മുടെ സ്വജാതി വിവാഹം എന്നുള്ളത് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ആവശ്യപ്പെട്ട ഒരു ഇതാണ്. അതില്ലെങ്കിൽ നാണക്കേടാണ്. അത് എങ്ങനെയും എന്ത് വില കൊടുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വീട്ടി ഭട്ടതിരിപ്പാടിനെ പോലെയുള്ള ഒരാൾ കണ്ണുനീരോടെ ആണെങ്കിലും അതിന് വഴങ്ങുക ചെയ്യുന്നത് അവസാനം. അപ്പോൾ അങ്ങനെ പല പല ഉദാഹരണങ്ങളുമുണ്ട്. അപ്പോൾ അതിന് മുൻപത്തെ വ്യവസ്ഥ ഇതുപോലെ വെറും ഒരു എന്താ പറയുക കുത്തഴിഞ്ഞതൊന്നും ആയിരുന്നില്ല എന്നുള്ള തെളിവാണ് വീട്ടിയുടെ തന്നെ റൈറ്റിംഗ്, വീട്ടിയുടെ വാരസ്യാരുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി വീട്ടി എഴുതുന്നതൊക്കെ തന്നെ. അപ്പോൾ ഈ എൻഡോഗാമിയുടെ പ്രാധാന്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഈ സ്വജാതീയ വിവാഹം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ സ്വത്ത്, പക്ഷേ ഇത് കൂടെ വരുന്നത് എന്തിൻ്റെ കൂടെയാണ്? പിതൃവഴി സ്വത്ത് കൈമാറ്റത്തിൻ്റെ ഒപ്പമാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ സ്വത്ത് പിന്നെ കൈകാര്യം ചെയ്യുന്നത് ഈ അവരുടെ ഭർത്താവാണെന്നുള്ളത് ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള സംഗതിയായിട്ട് വരുന്നു. അതാണ് പിന്നെ ഡൗറി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ എൻഡോഗാമി എന്ന് പറഞ്ഞാൽ ഈ പുരുഷന് സ്ത്രീയുടെ വീട്ടിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ളൊരു വഴിയാണ്. ഇപ്പം നിങ്ങളുടെ സ്വന്തം ജാതിയിലുള്ള സ്ത്രീയാണ് കല്യാണം കഴിച്ചതെങ്കിൽ അവരുടെ കുടുംബക്കാർ
ഇപ്പം ഇനിയിപ്പോൾ നിങ്ങളോട് ചെറിയ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് കാലം കഴിയുമ്പോൾ സ്വത്തൊക്കെ നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങളുടെ ഈ പറയുന്ന സ്ത്രീ നിങ്ങളുടെ ജാതിപ്പെട്ട അല്ലാത്തൊരു സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് നമ്മുടെ സാമൂഹ്യ ബാധ്യതയും തോന്നാറില്ല, സ്വത്ത് തരാനൊന്നും ഒരു സാമൂഹ്യ ബാധ്യതയും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ തന്നിരിക്കും, ഇല്ല സാമൂഹ്യ ബാധ്യതയില്ല. അപ്പം ഇത് ഒരു സംഗതി. ഇത് ഈ പുതിയ സമുദായങ്ങൾ അവരുടെ സ്വത്തിനെ അവരുടെ പരിധിക്കുള്ളിൽ, പുതിയ സമുദായത്തിൻ്റെ പരിധിക്കുള്ളിൽ നിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ എൻഡോഗാമി. അപ്പോൾ ഈ പറഞ്ഞ സ്ത്രീകളുണ്ടല്ലോ, നമ്മളിപ്പോഴത്തെ നവോത്ഥാന മഹിളകൾ, ഇവരെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവരാണ്. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അത് വേണ്ടത്ര ഈ പുസ്തകത്തിൽ അംഗീകരിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിന് ഒരു ക്രിട്ടിക്കലായിട്ട് അതുകൊണ്ടാണ് എൻ്റെ അടുത്ത ഈ പുസ്തകം എന്നല്ല, ഇതിന്റെ സോഴ്സ് പുസ്തകമില്ലേ, എൻ്റെ ഒറിജിനൽ റിസർച്ച്, അതിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ എഴുതുന്നത്. അപ്പം എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഇന്ദുലേഖയൊക്കെ നിങ്ങൾ വായിക്കുന്നത് കംപ്ലീറ്റ്ലി മാറും. ഇപ്പം ഇന്ദുലേഖയുടെ ആ നോവലിലൊരു പ്രശസ്തമായ സംഭാഷണമുണ്ട് മാധവനുമായിട്ട്. അപ്പോൾ ഇന്ദുലേഖ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കൊരു വളരെ സുന്ദരനായ ഒരു പുരുഷനെ കണ്ടാൽ ഒരു വികാരവും തോന്നില്ല. അയാൾ അങ്ങനെ സൗന്ദര്യമൊക്കെ ഉണ്ടാവും. അതെന്താ, എനിക്ക് പ്രാപ്യനല്ലാത്ത ഒരാളെയും ഞാൻ കാമിക്കില്ല. അതായത് ആദ്യം കാമിക്കുകയും പിന്നെ അടക്കുകയും ചെയ്യുന്നതല്ല, കാണുമ്പോൾ തന്നെ യാതൊരു ഇതുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ആരാണ് ഈ പ്രാപ്യൻ? ജാതീയമായ അതിർവരമ്പുകൾക്കുള്ളിൽ നിൽക്കുന്നയാളാണ് പ്രാപ്യൻ. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആരെ വേണമെങ്കിലും ആവാം. അതാണല്ലോ മാധവനെ. പക്ഷെ ജാതിയാണ്. അപ്പോൾ അൺസെഡ് ആയിട്ട്, അതിൻ്റെ ഒരു അൺസെഡ് ബൗണ്ടറി ആയിട്ട് അവിടെ വരുന്നത് ശരിക്കും ഈ പുതിയ സമുദായ സ്വയം തീരുമാനിക്കുന്ന ഒരു ജാതീയ ബൗണ്ടറിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിനെ സ്വയം ഇന്ദുലേഖ സ്വീകരിക്കുകയാണ് അവരുടെ ഒരു. അപ്പോൾ ഈ ഇന്ദുലേഖ എന്ന് പറയുന്ന ലിബറേറ്റഡ് സ്ത്രീയെ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ബൗണ്ടറിയെയും കൂടി ഇമാജിൻ ചെയ്യുകയാണ് ഓൾറെഡി. അതും സ്വയം അതിൽ ഇൻകൾക്കേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ സ്ത്രീ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സ്ത്രീയുടെ ശരീരം ബേസിക്കലി അടുത്ത തലമുറ, ഇൻഡോഗാമി എന്ന് പറയുന്നത് അതാണല്ലോ, സ്വജാതീയ വിവാഹമാകുമ്പോൾ അടുത്ത തലമുറയിലേക്ക് ശുദ്ധരക്തം പ്രവഹിക്കാനുള്ള ഒരു വാഹനമായി സ്വന്തം ശരീരത്തെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സ്വജാതീയ വിവാഹത്തിന് വഴങ്ങുന്ന ആൾ. അവർക്കാണ് ഈ പുതിയ സമുദായം കൊടുക്കുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും സാമൂഹിക അംഗീകാരവും സാമൂഹിക ദൃശ്യതയും എല്ലാം കിട്ടുന്നത് ആ സ്ത്രീക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ഇപ്പം എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്തെ ഈ നോവലുകളുടെ എല്ലാം പേര് പെണ്ണുങ്ങളുടെ പേരാ? ഇന്ദുലേഖയാട്ടെ, വസുമതിയാട്ടെ, ഇങ്ങനെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് വേണം ഈ പുതിയ സമുദായം ഉണ്ടാവാൻ. ഈ പുതിയ ഈ നവവരേണ്യ സമുദായങ്ങളുടെ ആണിക്കല്ലെന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടറിയെ സ്വന്തം സെൽഫിനെ, സ്വന്തം സബ്ജക്റ്റിവിറ്റിക്ക് അകത്ത് തന്നെ പ്രതിഷ്ഠിക്കുന്ന. അപ്പൊ ഇവിടെ വരുമ്പോഴാണ് ഈ കേരളീയ ആധുനികതയും കേരളീയ നവോത്ഥാനത്തെയും നമ്മൾ വീണ്ടും വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കേണ്ടി വരും. ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ ഇതിനേക്കാളും ഒരു പടി മുന്നോട്ട് പോയി വിമർശിക്കേണ്ടതുണ്ട്. അപ്പൊ പക്ഷെ നമ്മുടെ ഇന്നത്തെ പല പഠനങ്ങളിലും ഈ ഒരു കാഴ്ചപ്പാടല്ല വരുന്നത്. അത് ഒരുതരം രേഖീയമായ ഒരു പുരോഗതിയുടെ ചരിത്രം പറയുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് ഹിസ്റ്ററിയുടെയും അല്ലെങ്കിൽ ഈവൻ ഒരു പരിധി വരെയുള്ള നമ്മുടെ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയും വരെ ഈ പറയുന്ന ഒന്ന് ജെൻഡർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ അവർ ഈ വിഷയത്തെ പലപ്പോഴും കാണാറില്ല. പക്ഷെ ഉള്ള പഠനങ്ങളിൽ നല്ലൊരു ശതമാനവും ഈ അസംഷൻസിന് അതുപോലെ അതായിരുന്നല്ലോ ഈ സമയത്ത് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതായത് ഈ ശബരിമല സമയത്ത് ഇവർ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞു ഇങ്ങോട്ടൊരു റെട്രിക്ക്, അതൊന്നും സ്കോളേഴ്സ് അല്ല. ആ റെട്രിക്ക് പുഷ് ചെയ്തവർ മുഴുവനും പ്രഭാഷകരാണ്. അപ്പം അത് ചിലർ സ്കോളേഴ്സ് ആയിരിക്കാം, പക്ഷെ അവര് ഈ റെട്രിക്ക് പുഷ് ചെയ്തതൊന്നും സ്കോളേഴ്സ് ആയിട്ടല്ല, അവര് പ്രഭാഷകരെന്നുള്ള നിലയ്ക്ക്. മാത്രമല്ല ഈ നിലയിൽ വന്ന ഒരു ക്രിട്ടിക്കൽ നോളജിനെ അവർ ഒരിക്കലും അസിമിലേറ്റ് ചെയ്തത്. ഞാനിത് വീണ്ടും വീണ്ടും പറഞ്ഞതാണ് ആ സമയത്ത്. അതെനിക്ക് ഇപ്പം കേരളത്തിൻ്റെ ഔദ്യോഗിക ഇടതുപക്ഷം ഇത് പണ്ടേ പറയുന്നതാണ്. എനിക്ക് അവരോട് ഈ കാര്യത്തിൽ കെറിവൊന്നുമില്ല. പക്ഷെ എനിക്ക് കെറിവുള്ളത് ശരിക്കും കേരളത്തിലെ ദലിത് പുരുഷ ബുദ്ധിജീവികൾ, ഇപ്പോൾ സണ്ണി കവിക്കാടിനെയൊക്കെ പോലെ
ആ സമയത്ത് ഈ ഒരു എന്താ പറയുക, നമ്മൾ ഷോലയിലൊക്കെ ഇങ്ങനെ ധർമ്മേന്ദ്ര പിന്നെ അമിതാഭ് ബച്ചൻ ടീമിനെ പോലെ കേരളത്തിൽ ഇങ്ങനെ പലയിടത്തും പോയി പ്രഭാഷണം നടത്തുന്ന ദലിത് ബുദ്ധിജീവി പ്ലസ് CPM ബുദ്ധിജീവി, അങ്ങനെ പെയറിങ്സ് ഉണ്ടായിരുന്നു. ആ പെയറിങ്സിനോട് എനിക്ക് നല്ല കെറിവുണ്ട്. അതിലെ മറ്റേ ആളോട് എനിക്ക് വലിയ കെറിവൊന്നുമില്ല, കാരണം CPMൻ്റെ ഔദ്യോഗിക ബുദ്ധിജീവിയോട്. അതാണ് അയാൾക്ക് അതേ പറയാൻ പറ്റുള്ളൂ. അതാണ് അയാളുടെ പരിധി, അയാളുടെ മനസ്സിൻ്റെയും അയാളുടെ ധാർമ്മികതയുടെയും ഒക്കെ പരിധി അതാണ്. പക്ഷേ ഈ ദലിത് ബുദ്ധിജീവിയെ ശരിക്കും ഒരിക്കലും കേരളത്തിൽ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. ഈ കേരളത്തിലെ ഫെമിനിസ്റ്റ് സ്കോളർഷിപ്പിൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, ഇല്ലെന്നല്ല, ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പം എന്നെ പോലെയുള്ള ഒരാളെപ്പോഴും എന്തുകൊണ്ടിങ്ങനെ മാർജിനിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നിൽക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. കാരണം ഈ പറയുന്നതിനോടൊക്കെ ഉള്ള വിമർശനവും ഈ പറയുന്ന ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി ആയിരിക്കാം, ഫെമിനിസ്റ്റ് നിലപാടുകളായിരിക്കാം, ഇതിലെല്ലാമുള്ള പ്രശ്നങ്ങളെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർ നമ്മളെ തൂത്തുവാരി ഒരു മൂലയിലിടും, അത് നാച്ചുറലാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ ദലിത് സ്കോളർഷിപ്പ് ശരിക്കും എൻഗേജ് ചെയ്തിട്ടില്ല. ഈ ഇതുമായിട്ട് എൻഗേജ് ചെയ്യാമെന്നാണ് പറയുന്നത്, അല്ലാതെ അംഗീകരിക്കണം എന്നല്ല പറയുന്നത്. ഈ കേരളത്തിലെ ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ എന്താ കുഴപ്പം, എങ്ങനെയത് നന്നാക്കാം, ഏത് തരത്തിൽ അതിനെ കുറെ കൂടെ അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒരു പക്ഷേ നല്ലൊരു കുറച്ചുകൂടി ആക്റ്റീവായ ഒരു എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു പബ്ലിക് സ്ഫിയർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നന്നായി. അതുപോലെ തന്നെ ദലിത് ചരിത്രത്തിൽ ഇപ്പോൾ ദലിത് ചരിത്ര രചന വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് നല്ല പഠനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിൽ എവിടെയൊക്കെയാണ് ഈ പറയുന്ന പോലെ പിതൃമേധാവിത്വത്തിൻ്റെ ഛായകൾ വീണ്ടും വന്ന് വീഴുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിലവിലുണ്ടായിരുന്ന ഇവിടെ വളരെ പ്രബലമായി നിന്ന ഈ നവോത്ഥാന വാഴ്ത്ത് ധാരയുടെ ഒരു നിഴൽ ഈ ദലിത് ചരിത്രരചനയിൽ എവിടെയൊക്കെ വീഴുന്നു എന്നൊക്കെയുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഫെമിനിസ്റ്റ് എഴുത്തുകാരും തയ്യാറാവുന്നില്ല. രണ്ട് കൂട്ടരും നമ്മൾ പറയില്ലേ ടോക്കിംഗ് പാസ്റ്റ് ഈച്ച് അതർ എന്ന് പറയും, ആ ടോക്കിംഗ് പാസ്റ്റ് ആയിട്ടിരുന്നു, ടോക്കിംഗ് പാസ്റ്റ് ഈച്ച് അതർ. അപ്പോൾ എന്താ പറയുക, ഈ 2018 പോലെയുള്ള ഒരു ക്രൈസിസ് വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരുമിച്ച് നിന്ന് സംസാരിക്കാനൊന്നുമുള്ള ഒരു സ്കോപ്പും ഉണ്ടായിരുന്നില്ല. ഭരണകൂടത്തിന് ഈ ദലിത് ബുദ്ധിജീവികളെ മതി, പ്രത്യേകിച്ച് പുരുഷന്മാരെ മതി. ഫെമിനിസ്റ്റുകളെ ഈ പറയുന്ന അവർക്ക് ഈ ശരിക്കും ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ ഫെമിനിസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പല തരത്തിൽ അവർക്ക് ഉപയോഗിക്കാനുള്ള ആൾക്കാർ മാത്രമാണ്, ഐഡിയാസ് മാത്രമാണ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. അതുമായിട്ട് എൻഗേജ് ചെയ്യേയില്ല. ഈ കുലസ്ത്രീ എന്നുള്ള വാക്കൊക്കെ എടുത്ത് അവർ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു, ഈ ഹിസ്റ്റോറിയോഗ്രഫി അവർ ഉപയോഗിച്ചു. പക്ഷെ അത് വരുന്നത് ഒരു ഫെമിനിസ്റ്റ് സോഴ്സിൽ നിന്നാണെന്ന് അംഗീകരിച്ചില്ല. ഈ പുസ്തകം ഒരുപാട് ഉപയോഗിക്കപ്പെട്ടു ആ സമയത്ത്. ഞാൻ കണ്ടിട്ടുണ്ട് മൊത്തത്തിൽ ചില പ്രസംഗങ്ങളിലൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ ഭാഗങ്ങളെടുത്ത് അതുപോലെ പറയുന്നത്. പക്ഷേ ഇത് വരുന്നത് കേരളത്തിലെ മുഖ്യധാര ഇടതിനോട് പലതരം വിമർശനങ്ങളോടുകൂടി എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ധാരയിൽ നിന്നാണെന്നുള്ള അംഗീകാരം തീർത്തും കിട്ടിയില്ല ആ സമയത്ത്. അതിനെ മനഃപൂർവ്വം അവഗണിക്കാന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അതാണ്. പക്ഷെ അത് കാണിക്കാൻ നമ്മുടെ ദലിത് സഹോദരന്മാരും തയ്യാറായില്ല എന്നുള്ളത് അതിലും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അത് ഇത് കഴിഞ്ഞു വന്നിട്ട് ദേവികയുടെ പുതിയ ഈ സ്കോളർഷിപ്പിന്റെ ഒരു മണ്ഡലത്തിൽ നിന്ന് മാറിയിട്ട് വന്നതാണ് ട്രാൻസ്ലേഷനും പിന്നെ ഇപ്പോഴത്തെ എഴുത്തിൻ്റെ ഒരു സാധനം. ട്രാൻസ്ലേഷന്റെ കാരണം ഇത് ഈ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അല്ല, എനിക്ക് ട്രാൻസ്ലേഷൻ ഒരു പരിഭാഷ എപ്പോഴും ഒരു റിലാക്സേഷനാണ്. അപ്പോൾ നമ്മളൊരു നല്ലൊരു പസിലൊക്കെ സോൾവ് ചെയ്യില്ലേ, നമ്മൾ സുഡോക്കു ഒക്കെ സോൾവ് ചെയ്യുന്ന പോലെയാണ് എനിക്ക്, അല്ലെങ്കിൽ ഒരു റൂബിക്സ് ക്യൂബൊക്കെ സോൾവ് ചെയ്യുന്ന പോലെ ഒക്കെ. നമ്മൾ കുട്ടിക്കാലത്ത് കുറേ കണക്ക് ചെയ്ത് ബോറടിച്ച് കഴിയുമ്പോൾ നമ്മൾ സുഡോക്കോ എടുത്തൊന്ന് തിരിച്ച് അങ്ങനെ ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ഈ റൂബിക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തൊക്കെ ഒരു കുറേ കണക്ക് ചെയ്ത് കഴിയുമ്പോൾ ബോറടിക്കും, അതവിടെ മാറ്റി വെച്ചിട്ട് ഈ സാധനം എടുത്തൊന്ന് തിരിക്കും. അതുപോലെയാണ് എനിക്ക്. കാരണം എനിക്ക് ഇത് നല്ലൊരു ചലഞ്ചാണ്. നമ്മളിപ്പോൾ വെറും കുറേ ആശയങ്ങൾ ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലോട്ട് കൊണ്ടുപോകുകയല്ലല്ലോ. ഒരു എഫക്റ്റീവ് ലോകം, ഒരു കൾച്ചറൽ രജിസ്റ്റർ, ഇതിനെയൊക്കെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഒരു കൾച്ചറൽ രജിസ്റ്ററിനെ മറ്റൊരു കൾച്ചറൽ രജിസ്റ്ററിലേക്ക് കൊണ്ടുപോവുക, ഒരു എഫക്റ്റീവ് ലോകത്തെ മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെയാണ് അതിൻ്റെ ചലഞ്ച്, അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ചലഞ്ചുകൾ. അപ്പം അങ്ങനത്തെ ട്രാൻസ്ലേഷൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. വലിയ ഇഷ്ടം വെച്ചാൽ എനിക്കത് ഭയങ്കര
ഒരു റിലാക്സേഷൻ പോലെ. പിന്നെ സമയം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ നിങ്ങൾ മനസ്സിലാവണം, ഞാൻ എൻ്റെ ഡൊമസ്റ്റിക് ജീവിതത്തെ ഞാൻ വേറൊരു തരത്തിൽ പുനർസൃഷ്ടിച്ച ഒരാളാണ്. അതായത് ഞാൻ 2003 ഞങ്ങൾ ചില ഈ കേരളത്തിൻ്റെ വ്യവസ്ഥാപിത കുടുംബ ജീവിതത്തിനുള്ളിൽ ജീവിക്കുന്നില്ല. അതിന് പകരം ഞങ്ങളുടേതായിട്ടുള്ള വേറൊരു തരം കുടുംബജീവിതം ഡൊമസ്റ്റിസിറ്റി ഉണ്ടാക്കും എന്ന് തീരുമാനിച്ചു. ആ ഡൊമസ്റ്റിസിറ്റി വിൽ ബി ബേസ്ഡ് ഓൺ പ്ലഷർ എന്നുള്ളതാണ്. പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ച കാര്യം. That gives you so much energy, that gives you so much time. അതേസമയം നമ്മളൊരു ഒരു ഒരു സാമ്പ്രദായിക കുടുംബജീവിതത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഈ വാക്കിംഗ് ഓൺ എഗ്ഷെൽസ് എന്ന് പറയില്ല, എപ്പോൾ വേണേ എന്ത് വേണേ പൊട്ടിത്തെറിക്കും. നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് അനുകൂലികളല്ല. നമ്മളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൻ്റെ ഉള്ളിൽ വേലക്കാരിയായിട്ട് ജീവിക്കുക എന്നുള്ള, വേലകൾ ചെയ്യുന്ന ആളാണ്. അധ്വാനമായിട്ട് പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല, വേലയാണ്, വെറും വേല. അപ്പം ഹൗസ് വർക്ക് ചെയ്യാനുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ് മിക്ക വീടുകളിലും, മിക്കത് ഞാൻ പറയുന്നില്ല, ഒരുപാട് വീടുകളിൽ അങ്ങനെയാണ്. അപ്പം ആ വേലയെല്ലാം തീർന്നിട്ട് വേണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റേത് അങ്ങനെയല്ല. എൻ്റെ ഗാർഹസ്ഥ്യം ഞാൻ തന്നെ സൃഷ്ടിച്ചപ്പോൾ അതിൽ ആനന്ദം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഫിക്ഷൻ, പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഫിക്ഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഈ ട്രാൻസ്ലേഷൻ്റെ ഒരു ജോബും ഇതിൻ്റെ ഒരു വേൾഡും ഇപ്പോൾ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരുപാട് പുതിയ ട്രാൻസ്ലേഷനുകൾ വരുന്നതിൻ്റെ വലിയ സംഭവം ഉണ്ടല്ലോ. അതെ, ഇപ്പോൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു 7-8 വർഷത്തിനിടയ്ക്ക് ഉണ്ടായ മാറ്റമാണ്. അപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഈ ട്രാൻസ്ലേഷൻ അങ്ങനെ വലിയ മാർക്കറ്റൊന്നുമില്ല. പ്രധാനമായിട്ടും അത് ഈ അക്കാഡമിക് അക്കാഡമിക് വൃത്തങ്ങളിലാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു രസം ഉണ്ടായിരുന്നു. അതായത് ട്രാൻസ്ലേറ്റർ തന്നെയായിരിക്കും നമ്മളൊരു കൃതിയെ നല്ലപോലെ ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ടാവുകയും, ചുമ്മാ അല്ല, കാരണങ്ങളുണ്ടാവുകയും ആ കാരണങ്ങൾ നമ്മൾ എഴുതുകയും. ഞാൻ എൻ്റെ ആദ്യകാല എല്ലാ ട്രാൻസ്ലേഷൻസും വളരെ വിസ്തരിച്ചുള്ള ഇൻട്രൊഡക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ പുസ്തകത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട ഒരാളായിരിക്കും. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട 3 പേര്, എഴുത്തുകാരും ട്രാൻസ്ലേറ്ററും മറ്റേ എഡിറ്ററും, ഇവർ 3 പേരും കൂടെ ചെയ്യുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര പ്ലഷറുണ്ട്. നമ്മൾ ഈ ഒറ്റയ്ക്ക് ചെയ്യുന്ന തരം ബൗദ്ധിക ജോലികളെക്കാൾ കൂട്ടായിട്ട് ചെയ്യുന്ന ബൗദ്ധിക ജോലികൾക്ക് തരുന്ന ഒരു സന്തോഷവും ഒരു എന്താ പറയുക, നമുക്കൊരു നിറവുണ്ട്. നിറവെന്നേ പറയാൻ പറ്റുള്ളൂ, സാറ്റിസ്ഫാക്ഷൻ ഒന്നും പറഞ്ഞാൽ പോരാ. ആ നിറവ് അതിനു വേണ്ടി തന്നെയാണ് കേട്ടോ ആദ്യകാലത്തെ ഒരുപാട് വർക്കുകൾ ചെയ്തത്. പിന്നെ എനിക്ക് അതിനകത്തൊരു പൊളിറ്റിക്കലായിട്ടുള്ള എൻ്റെ ഈ ഒരു ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ടായിരുന്നു. ഒന്നാമത് നമ്മുടെ ക്ലാസിക്കൽ എഴുത്തുകാരൊക്കെ തന്നെ ഇപ്പം 20-ാം നൂറ്റാണ്ടിലെ വലിയ സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരികളെയൊക്കെ ഇംഗ്ലീഷിലാക്കണം എന്ന്, വേറൊരു ഭാഷയിലേക്ക് അവർ പോകണം. കാരണം ഞാൻ കേരളത്തിൻ്റെ ലിറ്റററി പബ്ലിക്കിൻ്റെ ചരിത്രം ചെറിയ രീതിയിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ഇവരെല്ലാം ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ വിഗ്രഹവൽക്കരിക്കപ്പെടുകയും ഇവരുടെ എഴുത്തിൻ്റെ വ്യാഖ്യാന സാധ്യതകൾ വളരെ വളരെ ചുരുങ്ങി പോവുകയും ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അപ്പം അതിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായിട്ട് ഞാൻ കണ്ടത് മറ്റൊരു ഭാഷയിലേക്ക് അവർക്കൊരു പ്രവേശം ഉണ്ടാവുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ പറഞ്ഞ മറ്റൊരു വ്യാഖ്യാനം കൂടെ ഓഫർ ചെയ്യാൻ. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ 3 പേര്, ലളിതാംബിക അന്തർജനം, സരസ്വതി അമ്മ, സാറ ടീച്ചർ, സാറ ജോസഫ്, ഈ 3 പേരുടെ പുസ്തകങ്ങൾ OUP അല്ല, സരസ്വതി അമ്മയുടേത് നടന്നില്ല, പക്ഷെ മറ്റ് 2 പേരുടെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയപ്പോൾ സമകാലിക എഴുത്തുകാരികൾക്കും അങ്ങനെ ഒരു തുറവി ഉണ്ടാവണം എനിക്ക് തോന്നി. അങ്ങനെയാണ് കെയർ മീരയുടെ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അന്ന് അത് വേറൊരു രീതിയായിരുന്നു. ഈ 3 പേര് ഇരുന്ന് ചെയ്യുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സാധ്യതകൾ ഈ വിപണി ഇൻഡസ്ട്രി തിരിച്ചറിയുന്നതോടുകൂടി ഇതിൻ്റെ സ്വഭാവം ഒരുപാട് മാറുന്നുണ്ട്. ഒന്ന്, ഈ പുസ്തകം പിക്ക് ചെയ്യുന്നത് എഴുത്തുകാരല്ലാതാവുന്നു, ട്രാൻസ്ലേറ്റേഴ്സ് അല്ലാതാവുന്നു. അപ്പം പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് നോക്കും. അതായത് ഈ വലിയ പബ്ലിഷിംഗ് ഹൗസസ് നേരിട്ട് എഴുത്തുകാരെ കോണ്ടാക്ട് ചെയ്യും. ഏത് എഴുത്തുകാര് ഒരുപാട് വിറ്റ് പോകുന്ന എഴുത്തുകാർ, അപ്പം മലയാളത്തിൽ വിൽക്കുന്നുണ്ടോ എന്ന് നോക്കും. അപ്പം വിറ്റ് പോകുന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് പലപ്പോഴും എഡിറ്റേഴ്സ് കോണ്ടാക്ട് ചെയ്യും.
അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്ക് ആ എഡിറ്റേഴ്സിന് അറിയാവുന്ന ട്രാൻസ്ലേറ്റേഴ്സ് വഴി ലിറ്റററി ഏജന്റുമാരുണ്ട്. അല്ല ഇപ്പൊ ലിറ്റററി ഏജൻസും ഉണ്ട്. പിന്നെ അടുത്ത എന്നിട്ട് ഇവർ പിന്നെ ഒരു ട്രാൻസ്ലേറ്ററെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഈ ട്രാൻസ്ലേറ്റർ അപ്പോഴേക്കും സെക്കൻഡറി ആയി കഴിഞ്ഞു. കാരണം പിന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും ഇപ്പോൾ എഴുത്തുകാർക്കുണ്ടാകുന്ന ഐഡിയ എന്താണ്? ഞങ്ങൾ ഭയങ്കര എഴുത്തുകാരാണ്. അതെന്തുകൊണ്ടാണ്? മാർക്കറ്റിൽ തെളിഞ്ഞു. മാർക്കറ്റിൽ ഞങ്ങൾ ഇത്ര കോപ്പി വിറ്റു, ഞങ്ങളുടെ ഇത്ര എഡിഷൻ പോയി, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മഹാന്മാരായ എഴുത്തുകാരാണ്. അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ ബോധ്യത്തോടു കൂടിയാണ് പിന്നെ ഈ ട്രാൻസ്ലേഷനെ സമീപിക്കുന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്ററുടെ ടെക്സ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ വെൽ പേരിനതെ അത് മറ്റിന്റെയൊക്കെ റിക്വയർമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിട്ട് അതായിട്ട് വരും. പിന്നെ അത് മാത്രമല്ല, അപ്പൊ ഈ ട്രാൻസ്ലേഷന്റെ സ്വഭാവമാണെങ്കിലും വളരെയധികം ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പിന്നെ മാർക്കറ്റിൽ അത് ചിലവാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ടെക്സ്റ്റുകൾ എഴുതുന്നത്, അപ്പൊ ഇതിനൊരു ഇതുണ്ട്. ഇപ്പൊ ഭ്രാന്തിനെ കുറിച്ച് എഴുതാം, നമുക്ക് എഴുതാം. പക്ഷേ ശിഹാബുദ്ദീൻ ബൈത്തുകടവ് എഴുതുന്ന പോലെ ഒന്നും എഴുതി കളയരുത്. കാരണം അതൊക്കെ വായിച്ചാൽ ചിലപ്പോൾ കുറെ നേരം നമ്മളിങ്ങനെ ശബ്ദരായിട്ടൊക്കെ ഇരുന്നു പോകും. മനസ്സിലായി? നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ അത് മാറ്റിക്കളയും. നമുക്ക് ഈ മുതലാളിത്ത വ്യവസ്ഥ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന നിരന്തരമായ ഈ എന്താ പറയാ ഉൽപാദനപരമായ ജീവിതം ചിലപ്പോൾ അതിന് തടസ്സമായി നിരിക്കും. ചിലപ്പോൾ 2-3 ദിവസമൊക്കെ നമ്മൾ അന്തം വിട്ടിരുന്നു എന്നിരിക്കും. അതിനൊന്നും പാടില്ല. ബട്ട് യു ക്യാൻ എൻജോയ് യുവർ മാഡ്നെസ് ബട്ട് വിത്ത് മോഡറേഷൻ. അതിനെ ഈ റൈറ്റ് ചില അതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും ഭയങ്കര രസമാണ്, ഭയങ്കര പ്ലഷറബിളാ, ചുമ്മാ രസം, വായിക്കാൻ രസം. നമ്മൾ ഒറ്റ ഇരിപ്പിന് 2 മണിക്കൂർ കൊണ്ട് വായിച്ചു തന്നിരിക്കും. പക്ഷെ അത് അത്രേ ഉള്ളൂ. മറ്റേത് അങ്ങനല്ല, നിങ്ങളുടെ തലയ്ക്കകത്തത് കിടക്കും. ഇപ്പോൾ ഷിഹാബുദ്ദീൻ്റെ മറ്റേ എന്താ പറയുക, ഒരു റെയിൽവേ സ്റ്റേഷനിൽ പെട്ടുപോയ ആ സ്റ്റേഷൻ മാസ്റ്റർക്ക് നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഈ പാള ഇങ്ങനെ ഉരുളുന്ന you will never forget that metaphor in all your life. പക്ഷെ അങ്ങനെയല്ല ഇപ്പോഴത്തെ പുസ്തകം എൻജോയബിൾ ആണോ ആണ്, ബട്ട് ദേ ഡോണ്ട് ടച്ച് യുവർ സോൾ, ദേ ഡോണ്ട് റിങ് യുവർ സോൾ. അപ്പം അത്തരത്തിൽ അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങൾ പോലും നിങ്ങൾ അത്തരത്തിൽ സിംപ്ലിഫൈ ചെയ്യേണ്ടിയൊക്കെ വരും. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. അത് ചിലപ്പം ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നും ആയിരിക്കത്തില്ല. അത് സ്വാഭാവികമായിട്ടും എഡിറ്ററിന്റെ ക്വയറീസ് വരും. ഇതെന്താ ഈ ടെൻസസ് ഒക്കെ ഇങ്ങനെ പിന്നെ അൺഈവൺ ആയിട്ട് കിടക്കുന്നത്? ഇപ്പം അതായത് ഇങ്ങനെ പറഞ്ഞു വന്നത് പ്രസന്റിലായിരുന്നു, പെട്ടെന്ന് ഇതാ പാസ്റ്റിലോട്ട് പോയി, പിന്നെ അതാ ഫ്യൂച്ചറിലോട്ട്. അത് മനഃപൂർവ്വമാണ് പലപ്പോഴും നിങ്ങളെ ഈ എഴുത്തുകാരെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണത്. പക്ഷെ അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്, ഇത് ഈവൺ ഔട്ട് ചെയ്തെല്ലാം പ്രസന്റിലാക്കൂ എന്നാ. പിന്നെ ഈ പറഞ്ഞു മനസ്സിലാക്കാനും ഭയങ്കര പ്രയാസം. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ എഡിറ്റേഴ്സ് അവരിപ്പോഴത്തെ ലോകത്താണ് ജീവിക്കുന്നത്. ഈ പറയുന്ന പോലെ സർവ്വതും വിപണിയുടെ പിടിയിലായ വിപണിക്കൊത്ത പ്രോഡക്റ്റ് ഉണ്ടാക്കുക. ഈ സാഹിത്യകൃതി തന്നെ ഒരു വിപണി പ്രോഡക്റ്റ് ആണെന്ന് ഉത്തമ ബോധ്യമുള്ള ചെറുപ്പക്കാരാണ് എഡിറ്റേഴ്സ്. നല്ല ശതമാനം പേര്. അവർക്കൊന്നും മനസ്സിലാകത്തുമില്ല. സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, പ്രിഡേറ്ററി ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അത് പിന്നെ വേറൊരു സംഗതിയാണ്. ഇത് ഒരർത്ഥത്തിൽ പ്രിഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ കേരളം പോലെയുള്ള ചെറിയ ഭാഷകളിൽ ഉണ്ടാകുന്ന ഈ പുതിയ കൊയ്ത്തുകൾ ചാകരയാണ്. ആ കൊയ്ത്തിനെ അവർ കൊണ്ടുപോകുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ എന്തായാലും പ്രിഡേറ്ററി ക്യാപിറ്റലിസം ഞാൻ എപ്പോഴും പറയുന്നത് ഇതിനെയൊന്നും അല്ല. പ്രിഡേറ്ററി ക്യാപിറ്റലിസം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയുടെ തന്നെ, നമ്മുടെ ഗ്ലോബൽ സൗത്തിൽ ലഭ്യമായിട്ടുള്ള വലിയ തോതിലുള്ള പ്രകൃതി വിഭവങ്ങളെ ഈ പറയുന്ന പോലെ ആ പ്രകൃതി വിഭവങ്ങളുടെ നഗ്നമായ ചൂഷണത്തിൽ അടിയുറച്ച മുതലാളിത്തത്തെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇത് ക്യാപിറ്റലിസം, ഇതിൻ്റെ യുക്തി, വിപണിയുടെ യുക്തി ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ അറിയാതെ, ഞാൻ എഴുത്തുകാരെ ഒന്നും കുറ്റം പറയില്ല, അവരുടെ ക്രാഫ്റ്റ് അങ്ങനെ ആയി പോകുന്നുണ്ട്. ഈ ചിത്രകലയെ കുറിച്ചിട്ട് പണ്ട് ഇതുപോലെ പറയുമായിരുന്നു, ഗാലറി ഉടമകൾക്ക് വേണ്ടിയിട്ടാണ് ചിത്രത്തിന്റെ ഒരു അറിയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്രാഫ്റ്റ് അത്തരത്തിൽ പതുക്കെ മാറ്റി എഴുതുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ പോലും ആൾക്കാർക്ക് ഇഷ്ടമല്ല. കാരണം നിങ്ങളെന്താണ്, ഞങ്ങളൊക്കെ ഈ മാർക്കറ്റിന് വേണ്ടി ചവർ എഴുതുന്ന ആൾക്കാരാണ്, അത് സഹിക്കത്തില്ലല്ലോ. കേരളത്തിലെ ഹൈ ലിറ്ററേച്ചറിൽ ഇരിക്കുന്നവരല്ലേ, ഇതൊക്കെ വല്ല പൈങ്കിളിവാസിയിൽ എഴുതുന്നവരെ അങ്ങനെ എഴുതത്തുള്ളൂ, ഞങ്ങൾ അങ്ങനെയൊന്നും എഴുതത്തില്ല എന്നുള്ള ഒരു ധാരണയോടെയാണ് ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നത്. അവരുടെ കുറ്റമല്ല, അവരുടെ ഇന്റൻഷനും അങ്ങനെ തന്നെയാണ്, നല്ലത് എഴുതണം എന്ന് തന്നെയാണ്. പക്ഷെ ഈ
ഈ മാർക്കറ്റിൻ്റെ യുക്തി ഇതിൻ്റെ അകത്തോട്ട് കടന്നു വരുന്നത് കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. എന്താ പറയുക, ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പം ക്ലാസിക്സ് ഒക്കെ എഴുതി, അതായത് നമ്മുടെ ഈ ഉള്ളിനെ പിടിച്ച് ഉലയ്ക്കുന്ന തരത്തിലുള്ള റൈറ്റിംഗ് എഴുതിയിട്ടുള്ളവരാരും തന്നെ ഈ അങ്ങനെ വലിയ എന്താ പറയുക പലതരം ക്രൈസിസിലൂടെ കടന്നു പോകുന്നവരും ജീവിതത്തിനെ ഭയങ്കരമായിട്ട് ഈ ജീവിതവുമായിട്ടൊരു വലിയ മൽപ്പിടുത്തത്തിനിടയിൽ എഴുതുന്ന ഇപ്പൊ ഡോസ്റ്റോവ്സ്കി ഒക്കെ ജീവിതത്തിനുള്ള മൽപ്പിടുത്തം നടത്തി അതിനിടയിലൂടെ എവിടെപ്പോഴേക്കോ എഴുതിയ സാധനങ്ങളാണ്. അപ്പൊ അവരുടെ ഈ ജീവിതവുമായി ജീവിത സമരവും എഴുത്തും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു അതിർവരമ്പൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊന്നും ഇപ്പൊ ജീവിത സമരം നമ്മൾ വി ആർ എ കംഫർട്ടബിൾ മിഡിൽ ക്ലാസ് ഇല്ലാന്ന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും എഴുതുന്നവരാണെങ്കിലും നല്ല വളരെ ഒരു കേമനായ ഭർത്താവ് അയാൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് നാട്ടുബന്ധുക്കളുണ്ട്, സ്വന്തക്കാരുണ്ട്, നമുക്ക് എല്ലാവരും ഉണ്ട്. അതിനിടയിൽ ഇരുന്നുകൊണ്ട് ചില അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അപ്പൊ അത്യാവശ്യമല്ല. അപ്പൊ അതിനിടയിൽ ഇത് എന്താണ് നിങ്ങളുടെ തലയിൽ കൂടെ പോകാൻ സാധ്യതയുള്ളത്? യു ഡോണ്ട് ഫൈറ്റ് ലൈഫ്, യു ഡോണ്ട് ഫൈറ്റ് സൊസൈറ്റി, you don't have any quarrels with anybody, you are really the most acceptable person, സത്യം പറഞ്ഞാൽ. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു റെബൽ ഉണ്ടെങ്കിൽ ആ റെബൽ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ടീംഡായി പോകും. അതാ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഐ മീൻ ഞാൻ ഇതിലൊരു എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് അതാണ് പലപ്പോഴും ഈ എഴുത്തിൻ്റെ തുടക്കത്തിൽ വളരെ ഭയങ്കര പ്രോമിസിങ് ആയിട്ട് നമുക്ക് തോന്നിയ പലരും പിന്നീടുള്ള എഴുത്ത് ഈ പറഞ്ഞ പോലെ പാലറ്റബിൾ എഴുത്ത്. ഇതൊന്നും again I want to reiterate this, ഇവരുടെ എഴുത്തൊന്നും മോശമല്ല, പാലറ്റബിൾ ആണ്. അതാണ് അതിന്റെ കുഴപ്പം. ഈ ദേവിക ഇതിന്റെ ഇടയിൽ എഴുത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ സ്വന്തം നിലയിൽ, അതിന്റെ ഒരു അത് എനിക്ക് പണ്ടേ ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന ഒരാളാണ്. അപ്പം കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്ന് പറഞ്ഞാൽ അതിൽ കുറേയൊക്കെ എനിക്ക് ഈ ശാസ്ത്ര വായനയുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് കുട്ടികളുടെ എഴുത്തിലൊരു താല്പര്യം എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ഇപ്പം ശാസ്ത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റിലാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. എനിക്ക് തോന്നുന്നു ബയോളജിയിൽ പ്രത്യേകിച്ച് ജീവശാസ്ത്രത്തിൽ നമ്മൾ വലിയ കുതിച്ചുചാട്ടത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പം ഞാൻ ഈ കഴിഞ്ഞ 1-2 വർഷം എനിക്ക് ഇതൊക്കെ മടുത്തിട്ടും ബോറടിച്ചിട്ടും ഞാൻ ഇതെല്ലാം നിർത്തിയിട്ട് ഞാൻ ശാസ്ത്രം മാത്രം വായിക്കാൻ തുടങ്ങി. ഒരു 3 മാസം അവധിയെടുത്തു ലിറ്ററലി ബാക്കി എല്ലാത്തിൽ നിന്നും. എന്നിട്ട് ഐ റെഡ് ഓൺലി സയൻസ്. അപ്പം ഈ നേച്ചറിലും സയന്റിഫിക് അമേരിക്കനിലൊക്കെ വരുന്ന ലേഖനങ്ങളുണ്ട്, വിച്ച് നോട്ട് ലൈക്ക് ഹാർഡ് ഈ നേരത്തെ പറഞ്ഞ പോലെ സയന്റിഫിക് ലേഖനങ്ങളാണ്, ബട്ട് നോട്ട് എക്സാക്ട്ലി ജസ്റ്റ് സയന്റിഫിക് റിസർച്ച്, ബട്ട് ഓൾ കൈൻഡ്സ് ഓഫ് റിഫ്ലെക്ഷൻസ് ഓൺ ദി ന്യൂ സയൻസ്. അപ്പോൾ ഫിലോസഫേഴ്സൊക്കെ പലരും ഈ ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ മൊമെന്റിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതുന്നുണ്ട്. ഇത്തരം റൈറ്റേഴ്സ് മാത്രം വായിച്ചു 3 മാസം. എനിക്കൊന്ന് അത് നമ്മുടെ ഉള്ളിൽ ഈ വണ്ടർ എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ, അത്ഭുതം എന്ന് പറയുന്നത്, ഈ അത്ഭുതത്തിനെ തിരിച്ചുകൊണ്ട് ഈ അത്ഭുതം എന്ന് പറയുന്നത് തിരിച്ചു വന്നാലേ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ പറ്റുള്ളൂ. എനിക്കതാ തോന്നുന്നത്. അപ്പം എനിക്ക് ആ സമയത്ത് എനിക്ക് വളരെ കാര്യമായ ഒരു കൺസേൺ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഫിക്ഷൻ എഴുതുക. ക്ലൈമറ്റ് ചേഞ്ച് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസേൺ. അപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ. ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഈ സ്കൂൾ എഡ്യൂക്കേഷനിൽ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ വിഷയമാകും എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് എന്നാണ്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ക്ലൈമറ്റ് ചേഞ്ച് എഡ്യൂക്കേഷൻ ഇസ് എക്സലൻ്റ്, ആവശ്യമാണ്. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് എഡ്യൂക്കേഷൻ ചിലപ്പോൾ പിള്ളേരെ പേടിപ്പിക്കുന്ന ചാൻസ്, ഭയം ഉണ്ടാകാൻ. ഈ ഭയം വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദർ ഇസ് എവിഡൻസ്, ദർ ഇസ് ആക്ച്വൽ സയന്റിഫിക് എവിഡൻസ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഡിനയൽ ഇസ് ആക്ച്വലി എ റിസൾട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഫിയർ. അപ്പൊ പലപ്പോഴും ഈ ഒരുപാട് ഡേറ്റ കൊണ്ടുവന്ന് നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ വെച്ചതാ എല്ലാം നശിക്കാൻ പോകണ്ടോ, ഇതൊക്കെയാണ് കണക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും യുക്തിസഹമായിട്ട് അവർ തിങ്ക് ചെയ്യും. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സ് പേടിച്ച് എല്ലാം അങ്ങ് അടയ്ക്കും. അപ്പൊ ഈ കുട്ടികളെ ക്ലൈമറ്റ് ചേഞ്ച് ഡിനയലിലോട്ട് വിടാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ക്ലൈമറ്റ് ചേഞ്ച് ഫിക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ച് ഫിക്ഷൻ എന്ന് പറയുമ്പം വാട്ട് ഐ വോണ്ട് ടു ഡു ഈസ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പം ശാസ്ത്രം, മാനവവാദ വിഷയങ്ങൾ, ചരിത്രം, പിന്നെ എത്തിക്സ്,
എത്തിക്സ് ഒന്നും പഠിപ്പിക്കുന്നില്ല, പരിഹാസ്യമായ രീതിയിലാണ് എത്തിക്സ് ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പം എത്തിക്സ് ഇങ്ങനെയുള്ള വേർതിരിവുകളോടുകൂടിയാണല്ലോ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം. അപ്പം അതിന് പകരം ഈ വേർതിരിവുകളെ മറികടക്കുന്ന രീതിയിൽ, വേർതിരിവുകളെ ഇല്ലാതാക്കാനല്ല, പക്ഷെ ഈ വേർതിരിവുകളിൽ അയവ് വരുത്താനും ഈ വേർതിരിവുകൾ കൂടെ ഈ ഇങ്ങനെ ബൗണ്ടറീസിനെ പോറസ് ആക്കുക അതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കടക്കത്തക്കവണ്ണം ആക്കുന്ന പോലെ ഉള്ള റൈറ്റിംഗ് വേണമെന്ന് തോന്നി. അപ്പം എനിക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാനിതൊക്കെ ഈ കടൽ വലിയൊരു ഒബ്സഷനാണ് എപ്പോഴും. ഈ കടൽ ജീവികളോടൊരു പണ്ടേ അതെ കുട്ടിക്കാലം മുതലേ ഈ വലിയ വെയിൽസ്, ഷാർക്ക്, അത് ഇതൊക്കെ പറഞ്ഞ് അതിനോടൊക്കെ ഒരു പ്രാന്തമുള്ളതാണ്. ഡോൾഫിൻ, ഷെൽഫ്, ഈ ജെല്ലിഫിഷുകളോട് പ്രത്യേകിച്ച്. അപ്പം അത് പെട്ടെന്ന് തിരിച്ചു വന്നു. പ്രത്യേകിച്ച് ഈ വായന ഞാൻ ഒരുപാട് വായിച്ചത് കടലിനെ പറ്റിയാണ്. അപ്പം അങ്ങനെ അങ്ങ് എഴുതി തുടങ്ങി. ഇപ്പം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ what I want to do now is to write climate change fiction for children that actually, tries to make porous the boundaries between science, humanities, history and so on. അപ്പം അതുകൊണ്ട് ആ കഥയിൽ ഇപ്പം ഞാൻ ഈ മലയാളത്തിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട് കുട്ടികളുടെ അടുത്ത മാസം മുതൽ. അപ്പോൾ അതിലൊക്കെ അയ്യങ്കാളി ഒരു കഥാപാത്രമാണ്, പിന്നെ കോച്ചാട്ടിൽ കല്യാണം ഒരു കഥാപാത്രമാണ്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ വരും. ബട്ട് ദെൻ ഇറ്റ്സ് ആക്ച്വലി അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദ സീ. അപ്പോൾ അതൊക്കെ അത് വേറെ തന്നെ എഴുതണം, വേറെ നോട്ട്സൊക്കെ എഴുതണം. ബട്ട് എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പം ഞാൻ കണ്ടിടത്തോളം എഴുതി ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ടും ഏറ്റവും സന്തോഷം തരുന്നതും അത് തന്നെയാണ്, ഒരു സംശയമില്ല. അല്ല, കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള എഴുതുന്നത്. ബുദ്ധിമുട്ടെന്നല്ല ഞാൻ പറയുന്നത്, അത് എഴുതാനുള്ളൊരു ഭാഷ ഉണ്ടാവും. എനിക്കതൊരു കുഴപ്പമില്ല. ഞാൻ ശരിക്കും 8 വയസ്സിന് ശേഷം വളർന്നിട്ടില്ല, അതെനിക്ക് നല്ല ഉറപ്പാണ്. ഐ ആം പലപ്പോഴും ഈ 8 വയസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. അതിനപ്പുറം ഞാൻ പല കാര്യങ്ങളിലും അതുകൊണ്ട് എനിക്ക് ആ ഭാഷയൊന്നും ഒരു പ്രശ്നവുമില്ല. കുട്ടികളോട് എനിക്ക് ഇടപെടാൻ ഒരിക്കലും ഒരു തടസ്സവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ മുതിർന്നു എന്നൊരു തോന്നൽ പോലും എനിക്ക് കുട്ടികളുമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എനിക്ക് വേറൊരു തരം ഡൊമസ്റ്റിസിറ്റി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഞാനും പിള്ളേരോട് ഒളിച്ചോടിയത്. 2 പെൺമക്കളും ഞാനും ഓടി ജീവിച്ചതാണ്. അപ്പൊ ഞങ്ങൾ പോയി ഞങ്ങളുടെ രീതിയിൽ വേറെ ഉണ്ടാക്കിയതാണ്. അപ്പൊ കുട്ടികളെ വളർത്തി അയ്യോ ഭയന്റെ ഭാരോ അങ്ങനൊന്നും തോന്നിയിട്ടേ ഇല്ല. ദേവിക ഒരു സോഷ്യൽ സയന്റിസ്റ്റ് ആണ്, ഒരു അക്കാഡമിക് എന്നുള്ള നിലയിൽ അത് കേരളത്തിന്റെ ഒരു പൊതുവിലുള്ള ഒരു അക്കാഡമിക് അന്തരീക്ഷം, പ്രത്യേകിച്ച് ദേവിക യു ഹാവ് എക്സ്പീരിയൻസ് ഡൽഹിയിൽ JNU, പിന്നെ പുറത്തെ യൂണിവേഴ്സിറ്റികൾ, ഇതെല്ലാം നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷനും അക്കാഡമിക്സും എന്താ തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? എനിക്ക് തോന്നുന്നു സയൻസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. സയൻസിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ഡെഡിക്കേറ്റഡ് റിസർച്ചേഴ്സ് ഉണ്ട്, സീനിയർ ആയിട്ടുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. അവർ ഈ ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെയുള്ള നെറ്റ്വർക്ക്, സയൻറ്റിഫിക് റിസർച്ച് നെറ്റ്വർക്ക്സുമായിട്ടുള്ള ബെറ്റർ കണക്ഷൻസ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഫെസിലിറ്റീസ് വർദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജനറലി സയൻസ് റിസർച്ചിൻ്റെ അന്തരീക്ഷം ചില ഡിപ്പാർട്ട്മെൻറ്റ്സിലെങ്കിലും നല്ലപോലെ കേരളത്തിൽ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സോഷ്യൽ സയൻസും ഹ്യൂമാനിറ്റീസുമാണ് വളരെ വളരെ പരിതാപകരം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സോഷ്യൽ സയൻസിലൊന്നും ഇവിടത്തെ ഒരു തരം ഒറിജിനൽ എന്ന് പറയുമ്പോൾ അങ്ങനെ മൗലികം എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ പുതിയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പറയുന്നത് നിർബന്ധമാക്കുന്ന ഒരു രീതി ഇല്ല ഇവിടെ. അപ്പം തന്നെ ശരിക്കും പച്ചയായ മോഷണത്തിന് ദ്വിതീയ പരിചായകം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ഇവിടുത്തെ തലമൂത്ത പേട്രിയാർക്കൽ നമ്മുടെ ഇവിടുത്തെ അക്കാഡമിക്സിലെ പേട്രിയാർക്കൽ നേതൃത്വം തന്നെയാണ് അതിന് മുന്നിൽ കയറി നിന്ന് അതൊന്നും ഒരു കാലത്തും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. കാര്യം വേണമെങ്കിൽ പറയാം, അങ്ങേർക്ക് ഒരു അബദ്ധം പറ്റിയതാണെങ്കിൽ നോട്ട്സ് എടുത്തപ്പം അങ്ങനെയൊക്കെ പറ്റാം, ദാറ്റ് ഈസ് ഓക്കെ, അത് തിരുത്തിയാൽ മതി. അതങ്ങ് തിരുത്തുന്നതിന് പകരം മറിച്ച് ഇത് ഓക്കെ ആണെന്ന് സ്ഥാപിക്കുമ്പോഴുണ്ടല്ലോ, ഇറ്റ് ഈസ് ഗ്രേറ്റ് ഡിസർവീസ്. ആരുടെയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആരും പറഞ്ഞു അയാളുടെ എന്തൊന്നും സർവീസ് പോകുന്നു, അയാളുടെ പ്രൊഫസർഷിപ്പ് ഇങ്ങനെ ചെയ്ത ആൾക്ക് അയാളുടെ വ്യക്തിപരമായിട്ട് അയാൾക്ക് കുറേ നഷ്ടങ്ങൾ വരും. അതാണോ വലുത്? നിങ്ങളിങ്ങനെ മൊത്തം ഈ കാണുന്ന കുട്ടികൾ ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ മുന്നിൽ ഇത് മതി എന്ന് പറയുന്നത്, ജസ്റ്റ് ഇമാജിൻ ദ കോസ്റ്റ്. ഏതാ അതിൻ്റെ വലിയ ഈ 2 വിലയിൽ ഏതാണ് വലുത്? അതുകൊണ്ടെന്താ ഒരുമാതിരി കൊള്ളാവുന്ന എല്ലാ സ്റ്റുഡൻസും കേരളത്തിന് പുറത്തേക്ക് ഓടിപ്പോകും. അതൊരു വലിയ വിഷയമല്ലേ കേരളത്തിന് പുറത്തേക്ക്? അതാ പറഞ്ഞേ, ഒരുമാതിരി കൊള്ളാവുന്ന സാമൂഹ്യശാസ്ത്രം പഠിക്കാൻ
നല്ല ഗൗരവത്തോടെ സാമൂഹ്യ ശാസ്ത്രത്തെയും മാനവവാദ ശാസ്ത്രങ്ങളെയും സമീപിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ കേരളത്തിൽ നിന്ന് ഓടിപ്പോകും. അതുപോലെ തന്നെയാണ് ഈ നല്ല സോഷ്യൽ സയന്റിസ്റ്റായ സ്കോളേഴ്സ് ആരും തന്നെ കേരളത്തിലേക്ക് വരുന്നതുമില്ല. അല്ലെങ്കിൽ കേരളത്തിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് CPM-ന്റെ പിന്നെ പ്രിയപ്പെട്ടവരായിരിക്കണം. അങ്ങനെയുള്ളവരുണ്ട്, 1-2 പേരൊക്കെ ഉണ്ട്. JNU-ലൊക്കെ പഠിപ്പിച്ചവരും കേരളത്തിന് പുറത്തു പോയി നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പൊ അവരിവിടെ വരുമ്പോ പിന്നെ വളരെ അതൊരു വീട്ടിലേക്ക് നമ്മൾ പറയുന്ന പോലെ ഇവിടെ വരുമ്പോൾ അടങ്ങി ഒതുങ്ങി പിന്നെ നമുക്ക് നമ്മുടെ വിപ്ലവമൊക്കെ ജേർണൽസിലൊക്കെ തീർത്താൽ മതിയല്ലോ. നമ്മൾ വളരെ വിമർശനപരമായിട്ടൊക്കെ സംസാരിക്കുക. അതുപോലെ വല്ല 10 പേര് വായിക്കുന്ന വല്ല ഇന്റർനാഷണൽ ജേർണലിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇവിടെ ആരും അറിയുന്നുമില്ല. നിങ്ങൾ മിണ്ടാണ്ട് ഇവിടെ കഴിഞ്ഞുകൂടിയാൽ മതി. ഈ ഡിപ്പാർട്ട്മെന്റിലൊന്നും അവിടുത്തെ ഭരണം നടത്തുന്നത് വേറെ ആൾക്കാരാണ്. ആ ഭരണത്തെ ഒന്നും ചലഞ്ച് ചെയ്യാതിരുന്നാൽ മതി. അപ്പൊ അങ്ങനെയാണ്. അതായത് ഈ മൊത്തം ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ജേർണൽ കേരളത്തിൽ തുടങ്ങിയൊരു മലയാളം ജേർണല്. അപ്പോൾ ആ ജേർണലിൻ്റെ ബോർഡിൽ ഇരിക്കാമോ എന്നൊക്കെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല. കാരണം വേറെ കൊണ്ടല്ല, ഇവിടുത്തെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള വിഷയങ്ങളില്ലേ, നമ്മുടെ ഇവിടുത്തെ സ്ഥാപനപരമായ വിഷയങ്ങൾ, അക്കാദമിക ജീവിതത്തെ നിർണയിക്കുന്ന സ്ഥാപനപരമായ വിഷയങ്ങളൊന്നും നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. കുറെ പേർക്ക് മലയാളത്തിൽ ലേഖനം പബ്ലിഷ് ചെയ്യാനൊരു വേദി. അപ്പൊ അവർക്ക് പ്രൊമോഷനൊക്കെ മറ്റേ API പോയിന്റ്സ് ഒക്കെ കിട്ടാനുള്ള പിയർ റിവ്യൂ ജേർണൽ. അതിലിപ്പോ ഞാൻ എന്തിനാ എന്റെ സമയം കളയാൻ പോകുന്നു? അത് മോശമൊന്നും ഇല്ല. പക്ഷെ നമ്മൾ കുറച്ചു കാലമല്ലേ ജീവിക്കുള്ളൂ. ആ സമയം ഇതിന്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? പിന്നെ വേറെ എന്ന് വെച്ചാൽ ഇവിടെ വളരെ കൃത്യമായ രീതിയിൽ വിവേചനമുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്. ഞാൻ CDS പോലെയുള്ളൊരു സ്ഥാപനം അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ മരിച്ചു പോയേനെ. കാരണം അതുപോലെ എന്നെ ദ്രോഹിച്ചേനെ. പക്ഷേ CDS പോലുള്ളൊരു സ്ഥാപനം പോലും സ്ട്രഗിൾ ചെയ്യണം. അല്ല, ഞാൻ ഇവിടെ പറഞ്ഞ പോലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ അളവ്, അതായത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ടെക്നോക്രാറ്റുകളുടെ അളവുകോല് വെച്ച് പോലും ഒരു തരത്തിലും പിന്നിലല്ലാത്തൊരു സ്ഥാപനമാണ്. അവിടുന്ന് ഇറങ്ങുന്ന ഒരാൾ പോലും ജോലിയില്ലാതെ ഇരിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ അവരുടെ കരിയറിൽ മുന്നോട്ടൊരു എടുക്കാതിരുന്നിട്ടില്ല. ഇപ്പം നമ്മുടെ അവിടുത്തെ MA സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെല്ലാം പാസ്സായി ഇറങ്ങിയ ഒന്നെങ്കിൽ അവർക്ക് UGC കിട്ടുകയും എഴുതിയിടുക, അതല്ലെങ്കിൽ അവർ വിദേശത്ത് US യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കാൻ പോകും, അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടർ കമ്പനികൾ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ജോലി കിട്ടും. ആരും വെറുതെ ഇരിക്കുന്നില്ല. നമ്മുടെ PhD-ക്കാരെ ആരും വെറുതെ ഇരിക്കുന്നത്. അപ്പം ഇവരുടെ അളവുകോല് പ്രകാരം തന്നെ ഇത് നല്ലൊരു സ്ഥാപനമാണ്. പിന്നെ അതൊന്ന്. പിന്നെ രണ്ടാമത് ഈ ചെറിയ സ്ഥാപനമാണ്, 24 സ്റ്റാഫേ ഉള്ളൂ. ആ 24 പേരില്ല ഇപ്പം. പിന്നെ ആകെ ഒരു 3.25 കോടി ബഡ്ജറ്റേ ഉള്ളൂ ഒരു വർഷം. ചെറിയ സ്ഥാപനം, 12 ഏക്കറിലേ ഉള്ളൂ. അപ്പൊ വേറൊന്നും അവിടെ കിടന്ന് പണിയാനും ഒന്നും ഉദ്ദേശിക്കുന്നുമില്ല, താല്പര്യമില്ല ഞങ്ങൾക്ക്. പിന്നെ ചെറിയ സ്ഥാപനം. അപ്പൊ ഈ 3.25 കോടി നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മൾ പിഴച്ചു പോയേ. പക്ഷെ അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട്, സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അത് നമുക്കറിയാം. എല്ലാവർക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും കിട്ടേണ്ടത് അങ്ങനെ പഴയ പോലെ. എങ്കിൽ പോലും ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഇവിടെ ഈ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഈ പറയുന്ന പോലെ ഇപ്പോഴും പഴയ പ്രതാപമൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും അങ്ങേയറ്റം പ്രൊഡക്റ്റീവായ ICSSR-ന്റെ സ്ഥാപനങ്ങളിൽ നമ്പർ 1 ആണ് ഇപ്പോഴും CDS. പ്രൊഡക്ടിവിറ്റിയുടെ കാര്യം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അളവുകോലുകൾ പ്രകാരം തന്നെയും പിന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യണ്ടേ ഗവൺമെന്റ്? ചെയ്യുന്നില്ല എന്നല്ല, അവർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യണം. ബുദ്ധിമുട്ടുണ്ടെന്നറിയാം, സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു പോവുകയുള്ളൂ. ഇപ്പം ഞാൻ ഈ നമ്മൾ തുടങ്ങിയിടത്തേക്ക് വീണ്ടും വരെയാണ് ഈ കുലസ്ത്രീയിലും ചന്തപ്പനിലും അത് രീതിശാസ്ത്രപരമായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ ചൂട് പിടിച്ചും കൊണ്ടുള്ളൊരു ഫ്യൂച്ചർ റിസർച്ച് കഴിഞ്ഞ 14 വർഷത്തിലല്ലേ എന്തായാലും നടന്നിട്ടുള്ളത്? അങ്ങനെ ഒരു സംഭവം അതിന്റെ ചുവട് പിടിച്ചുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിൽ ഉയർന്നു വന്ന പല വിഷയങ്ങളും പലരും പഠിക്കുകയും ഇപ്പം ആ 2010 ശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിനെ ഫോക്കസ് ചെയ്ത് വന്നിരിക്കുന്ന റിസർച്ച് ലിറ്ററേച്ചർ നല്ലപോലെ കൂടിയിട്ടുണ്ട്. അപ്പൊ അതില് കുറേയൊക്കെ ഈ പുസ്തകത്തിന്റെ അകത്തുനിന്ന് വന്ന പല തീംസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഉപരിയായി ഇതൊരു ബേസ് കൈൻഡ് ഓഫ് റിസോഴ്സ് പോലെ നിൽക്കുന്നുണ്ട്, സൈറ്റേഷൻ റിസോഴ്സ്. പക്ഷെ ഞാൻ എപ്പോഴും പറയും, ഇത് സൈറ്റ് ചെയ്യല്ലേ, ഒറിജിനൽ
മറ്റേ വർക്ക് സൈറ്റ് സൈറ്റ് ചെയ്യാൻ. ചെയ്യാൻ കാരണം പറയാം. അതിലാണ് ഈ ഫുൾ സെറ്റ് ഓഫ് റിസോഴ്സസ്. ബാക്കി മൊത്തം നമ്മുടെ എംപിരിക്കൽ നമ്മൾ കളക്ട് ചെയ്ത എംപിരിക്കൽ മെറ്റീരിയലും എല്ലാം അതിലാണുള്ളത്. ഇതിലല്ല. അപ്പൊ ഇത് വായിച്ച് നമ്മളൊരു തുടക്കക്കാർക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു റിസർച്ചേഴ്സ് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകമാണിത്. അപ്പോൾ അങ്ങനെ സൈറ്റേഷനും മറ്റുമൊക്കെ മറ്റേതിനെ തന്നെ ചെയ്യണം. മറ്റേത് പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറയാറുണ്ട് ചെറുപ്പക്കാരോട്. കാരണം അതാണ് പ്രധാനപ്പെട്ട പുസ്തകം. ഇത് നിങ്ങൾക്ക് തുടക്കത്തിന് വേണ്ടിയുള്ള ഒരു സംഗതിയാണ്. ഫിലിം സ്റ്റഡീസിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വർക്ക് നടക്കുന്നുണ്ട്. ആ യങ്കർ ആയിട്ടുള്ള സ്കോളേഴ്സ് അവർ പക്ഷേ കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ് അധികവും. കേരളത്തിനെ പറ്റി നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ അകത്ത് നടക്കുന്നത് താരതമ്യേന കുറവാണ്. അപ്പം എന്ന് വെച്ചാൽ നിലവാരം നോക്കി കേരളത്തിന്റെ ഉള്ളില് ആൾക്കാർ എഴുതുന്നില്ലെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അതിന്റെ നിലവാരം എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പുറത്തുനിന്ന് വരുന്ന റിസർച്ചുമായിട്ട്. കുട്ടികൾക്ക് കഴിവുണ്ടോന്ന് വെച്ചാൽ ഇവിടുത്തെ റിസർച്ചേഴ്സിന് കഴിവില്ലാത്തതുകൊണ്ടൊന്നും അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് ഈ പറയുന്ന പോലെ അത്തരം ഒരു എക്സ്പോഷർ ഉണ്ടല്ലോ. റിഗറസ് ആയിട്ട് എഴുതാനും വായിക്കാനും ചിന്തിക്കാനും അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷം ഇവിടെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും പലപ്പോഴും ഞാൻ കാണുന്ന എഴുത്തിലൊക്കെ ഒരുപാട് മെച്ചപ്പെടുത്തൽ ആവശ്യമായിട്ട് തോന്നുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഞാൻ കണ്ടത്, എല്ലാം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഒരു ചീഫ് മിനിസ്റ്ററിന്റെ ഒരു ഫെലോഷിപ്പ് ഉണ്ടല്ലോ. അപ്പം അതിൽ സാമൂഹ്യശാസ്ത്രം ഒക്കെ ചെയ്യുന്ന ചില കുട്ടികളുടെ എഴുത്ത് കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. വളരെ വളരെ പരിതാപകരമാണ്. ഒരുപാട് വർക്ക് അതിൽ വേണ്ടി വരും. അപ്പം ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ്, ഇത്രയധികം ഒരു പ്രോപ്പർ സ്ക്രീനിങ്ങിൽ കൂടെയൊക്കെ കടന്നു വന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ കുറെ കൂടെയൊക്കെ പ്രതീക്ഷിക്കില്ലേ? പക്ഷെ അത് ഉണ്ടാവാത്തത് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലൊരു അന്തരീക്ഷമില്ല. അവരെ ഈ ശരിക്കും റിഗറസ് ആയിട്ടുള്ള വർക്കിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന, അതില്ലാതെ രക്ഷയില്ലാതെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം വേണം. എന്നാലേ അതുണ്ടാവുള്ളൂ. അതാണ് കേരളത്തിൽ ഇല്ലാത്തത്. അതുപോലെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യം ദേവിക വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പക്ഷേ കേരളത്തിൽ അടുത്ത കാലത്ത് വന്നിട്ടുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ക്ലൈമറ്റ് ഡിനയൽ എന്ന് പറയുന്നത് ഒരുതരം എക്സ്ട്രീമിസമായിട്ട് വന്നിട്ടുണ്ട്. അത് ലെഫ്റ്റിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് പുതിയ സംഘടനകൾ വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഇതിനൊരു സോഷ്യൽ സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ എങ്ങനെ ഇത് കാണാൻ പറ്റും? അല്ലേ, ക്ലൈമറ്റ് ചേഞ്ച് ഡിനയൽ ഡെഫിനറ്റ്ലി ഒരു വലിയ പ്രധാനപ്പെട്ട സൈക്കോളജിക്കലായ ഒരു വിഷയം തന്നെയാണ്. നമ്മളിങ്ങനെ എത്രത്തോളം അതിനെ ഈ യുക്തി കൊണ്ട് നേരിടാൻ നോക്കുന്നു അത്രത്തോളം അത് യുക്തിരഹിതമായിട്ട് മാറുന്നു എന്നുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേ അതിൻ്റെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മനുഷ്യരുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നത് എങ്ങനെയെന്നുള്ളൊരു, ഇപ്പം കാത്തലിക് ചർച്ചിൻ്റെ ഉള്ളിൽ അത്തരം പൊടിപ്പുകളില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. തീർച്ചയായിട്ടും മാർപ്പാപ്പ അടക്കം അത്തരത്തിലൊരു പൊടിപ്പാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഭയങ്കരമായ പിന്നെ ഇതൊക്കെ എല്ലാത്തിനെയും സ്വത്തുക്കളായിട്ട് കാണുന്നവരാണല്ലോ. എല്ലാത്തിനെയും വിഭവമായിട്ടോ സ്വത്തായിട്ടോ മാത്രം തിരിച്ചറിയാൻ പ്രാപ്തരായിട്ടുള്ള ഒരു സമുദായ നേതൃത്വങ്ങളാണുള്ളത്. ഇവരെല്ലാം ആലോചിച്ച് നോക്കണം, മലയാളി ആധുനികതയുടെ ശേഷിപ്പുകളാണ്. 20-ാം നൂറ്റാണ്ടിലെ എൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ സമുദായ നേതൃത്വങ്ങളൊക്കെ സമുദായ നേതൃത്വങ്ങളുടെ ഒരു പ്രത്യയശാസ്ത്രപരമായ ആ ഒരു കാതൽ ഭാഗം അങ്ങ് പഴകി പൊടിച്ച് നശിച്ച് അതിന് പകരം വരാനൊന്നും അതിനെ നവീകരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. അതിനകത്തൊന്നും ഒരു ശ്രമവുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ 90കളൊക്കെ ആകുമ്പോഴേക്കും ലിബറലൈസേഷൻ വന്നു കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഒരുതരം കമ്മ്യൂണിറ്റി കോർപ്പറേറ്റ്സ് ആയിട്ട് മാറുന്നു. ഇപ്പൊ കാത്തലിക് ചർച്ചിൽ ഈ ചാരിറ്റി എന്ന് പറയുന്നത് വളരെ മൈനർ സംഗതിയാണ്. മറ്റേത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ചാരിറ്റി വലിയൊരു സംഭവമായിരുന്നു. പിന്നെ ഈ അതിൻ്റെ അകത്തെ ഈ പിന്നെ ചേർച്ച് അംഗങ്ങൾക്ക് തന്നെ ബിസിനസ് നടത്താനും അങ്ങനത്തെ ഒരു എന്താ പറയുക ബിസിനസ് ഓറിയന്റേഷൻ കാര്യമായിട്ട് ഈ പള്ളിയുടെ മെഷീനറിക്കകത്ത് തന്നെ വരുന്നു. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം, ഈ 10 വർഷത്തിലാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും വെൽഫെയർ ജനക്ഷേമത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെടുകയും
കമേഴ്ഷ്യൽ സെക്ടറിലേക്ക് മാറ്റപ്പെടും. ചേർക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫലം നിങ്ങൾ ആലോചിച്ച് നോക്കണം. കേരളത്തിലെ തിരുവിതാംകൂറിൽ കൊച്ചിയിലും ഒക്കെ ഭരണകൂടം വലിയ തോതിൽ റിസോഴ്സസ്, ഭൂമി പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഭൂമി, ആ ഭൂമി മുഴുവൻ ഇവർക്ക് കൊടുത്ത് 200-300 ഏക്കർ ഇപ്പോൾ NSSനും SNDPക്കും ഒക്കെ കിട്ടിയിരിക്കുന്ന ലാൻഡ് ഒരു ഏക്കറുകൾ, 100 കണക്കിന് ഏക്കറുകൾ ഭൂമി കിട്ടിയിട്ടുണ്ട് കണ്ണായ സ്ഥലങ്ങളിൽ. അപ്പൊ ഇത് മുഴുവൻ ഇവരുടെ കയ്യിൽ, കോർപ്പറേറ്റ് നേതൃത്വത്തിന്റെ കയ്യിലാണ്, ഈ കമ്മ്യൂണിറ്റി നേതൃത്വത്തിലാണ്. പിന്നെ ഈ അസറ്റ്സ് മാനേജ് ചെയ്യുന്നത് ഇവര്. അപ്പൊ ഇവര് കോർപ്പറേറ്റ് കമ്മ്യൂണിറ്റീസ് ആയിട്ട് മാറി. കമ്മ്യൂണിറ്റി അല്ല, സോഷ്യൽ കമ്മ്യൂണിറ്റി അല്ല, കമ്മ്യൂണിറ്റി കോർപ്പറേറ്റ്സ് ആവുകയാണ്. അപ്പൊ ഈ പറയുന്ന അസറ്റ്സ് അവർ മാനേജ് ചെയ്യണം. അപ്പൊ ഈ പറയുന്ന പോലെ പണ്ട് സർക്കാരിന്റെ സപ്പോർട്ടോടുകൂടി, ഗ്രാന്റിനോടുകൂടി നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ തൊട്ടപ്പുറത്ത് ഒരു സെൽഫ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നു. യാതൊരു ബാധ്യതയില്ല, അതിൻ്റെ അവിടുത്തെ നിലവാരം കറക്റ്റായിട്ട്, അങ്ങനെ ചില മാനേജ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് നോക്കുന്നതുണ്ടാവാം. ബട്ട് ഇൻ ജനറൽ ദർ ഇസ് നോ മെക്കാനിസം വിച്ച് വിൽ ആക്ച്വലി അത് കൺസ്യൂമർ തന്നെ അതൊക്കെ മോണിറ്ററിംഗ് ഒക്കെ ചെയ്തോണമെന്നാണ്. ഇവരുടെ ക്വാളിറ്റി മോണിറ്ററിംഗ് ഒന്നും പുറത്തൊന്നും അത് ഉപയോഗിക്കുന്ന ആൾ ചെയ്തോണം, അതാണ്. അപ്പം അങ്ങനെ ഈ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവര് ഒരു സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്നതിലുപരി കോർപ്പറേറ്റ് സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാവുകയാണ് ഈ കമ്മ്യൂണിറ്റി നേതൃത്വങ്ങൾ. ഇവരുടെ സമുദായങ്ങളെ കൂടെ പിടിച്ചു നിർത്താൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളത്. സമുദായ നേതൃത്വങ്ങൾക്ക് പറ്റുന്നില്ല. അവരുടെ താഴെയുള്ളവർക്ക് കുഞ്ഞാടുകളൊക്കെ ചിലപ്പോൾ കുഞ്ഞാടുകൾ വെച്ചാൽ ക്രിസ്തീയ കുഞ്ഞാടുകളുടെ മാത്രമല്ല ഞാൻ പറയുന്നത്, മറ്റെല്ലാ ഇപ്പം NSS ആയാലും SNDP ആയാലും ഏതായാലും ഈ അതിൻ്റെ താഴെ പലപ്പോഴും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവരൊക്കെ വിട്ടുപോവുകയും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് വേറെ പല വിദ്യകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ NSSലും SNDPയിലും ഒക്കെ അവർ ഈ പണം, അവരുടെ തന്നെ മുതൽ ഈ മൈക്രോ ഫൈനാൻസ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക്. അപ്പൊ ആ സ്ത്രീകളാണ് പിന്നെ ഈ സമുദായത്തിന്റെ ഒരു കോറായിട്ട് മാറുന്നത്. അവരെ കൊണ്ടാണ് ശ്രീനാരായണ സ്തുതിഗീതങ്ങളൊക്കെ പാടിപ്പിക്കുന്നത്. നായർ ഗീതം എന്ന് പറഞ്ഞൊരു ഗീതം ഉണ്ട്, അതൊക്കെ ഇങ്ങനെ പാടിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള ഈ സോഷ്യൽ, അതായത് ലോവർ മിഡിൽ ക്ലാസ്, വേറൊരു തരം കൺട്രോൾ, ലോവർ മിഡിൽ ക്ലാസ്, അതായത് ഈ സമുദായത്തിന്റെ ലോവർ മിഡിൽ ക്ലാസ്സിനെ കൺട്രോൾ ചെയ്ത് കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഈ മൈക്രോ ക്രെഡിറ്റ് ഒക്കെ വലിയ പലിശക്കാണ്, ചെറിയ പലിശയൊന്നുമല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകൾ, ചിലത് മൈക്രോ ക്രെഡിറ്റ് ആണ്, ചിലത് വെറും പ്രെയർ ഗ്രൂപ്പ് സംവിധാനങ്ങളാണ്. പക്ഷെ അവർക്ക് കുറെ വിസിബിലിറ്റി കിട്ടും, അതുപോലെ ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും, സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് പ്രവർത്തിക്കാനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെയല്ലോ നമ്മുടെ ഭരണകൂടം ഈ കുടുംബശ്രീ വഴി കേരളത്തിലെ ഈ ലോവർ മിഡിൽ ക്ലാസ് സ്ത്രീകളെ ഒരു സേനയായിട്ട്, ഒരു തൊഴിൽ സേനയായിട്ട് കൂടെ നിർത്തുന്ന പോലെ ഈ പറയുന്ന സമുദായങ്ങൾ അവരുടെ ലോവർ മിഡിൽ ക്ലാസ്, അതേസമയം അവരുടെ അപ്പർ എഷലൻസിലുള്ള ചെറുപ്പക്കാരൊക്കെ ചിലപ്പോൾ നാട് വിട്ടുപോകും, ചിലപ്പോൾ സമുദായത്തിന് പുറത്തുപോയി കല്യാണം കഴിക്കും, ചിലപ്പം കല്യാണം കഴിക്കത്തേ ഇല്ല, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും, ചെതറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലോവർ മിഡിൽ ക്ലാസിന്റെ പുറത്തൊരു പുതിയ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. പിന്നെ ദേവിക തന്നെ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ കേരളത്തിലെ ഈ എക്സ്ട്രീം പൂവർ എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ, അത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ ബോധത്തിന്റെ പരിഗണനയിൽ പോലും വരാത്ത സത്യം. അവരുടെ ജീവിതം ഒരു പാരലൽ യൂണിവേഴ്സിലൊക്കെ നടക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഒരു സമാന്തരമായ ഏതോ ഒരു പ്രപഞ്ചം, നമുക്കൊന്നും ഒരു ബന്ധമില്ല. നമ്മളിങ്ങനെ ദൂരെ ഇരുന്നിങ്ങനെ കാണുന്നു. അപ്പൊ തിരുവനന്തപുരത്തെ ഒരു അതിദരിദ്രരായ ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു 16 വയസ്സുള്ള പയ്യനെ, ഏതാണ്ട് അതേ പ്രായത്തിൽ തന്നെയുള്ള ഒരു പയ്യൻ ഭീകരമായ രീതിയിൽ കുത്തിക്കൊല്ലുന്നു. എന്നിട്ട് അതിഭയങ്കരമായ രീതിയിൽ അവന്റെ എന്താ പറയാ, ഞാൻ പറയാൻ പറ്റില്ല, അത്ര ഭീകരമായ രീതിയിലാണ് കൊല. അതിനെക്കുറിച്ച് വാർത്ത വരുന്നു. എവിടെ അതിങ്ങനെ ഏതോ ഒരു പ്രപഞ്ചത്തിൽ, വേറൊരു പ്രപഞ്ചത്തിൽ ഇങ്ങനെ തത്തിക്കളിക്കുന്ന എന്തോ ഒരു വാർത്ത. പക്ഷെ അതേസമയം പിന്നെ ഒരു കേരളത്തിലെ ഒരു അഗ്രികൾച്ചറൽ കോളേജിൽ ഒരു മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരനെ, വിദ്യാർത്ഥിയെ കൂടെയുള്ളവർ ഭീകരമായി മർദ്ദിച്ച് മരിക്കുമ്പോൾ അത് നമ്മളൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ചർച്ച ചെയ്യും. അതുപോലും നമ്മുടെ അധികാരികൾ മിണ്ടാതിരിക്കടി എന്ന് പറയുന്ന ആ സമയത്ത് നമ്മളൊക്കെ അണയ്ക്കും, നമ്മൾ ആ വർത്തമാനം നിർത്തും. എന്നാൽ പോലും അറ്റ്ലീസ്റ്റ് കുറച്ച് കണ്ണുനീരൊഴുക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ വേണമെന്ന് പറയുകയും നമ്മൾ ഏതെങ്കിലും തരത്തിലൊക്കെ ആ ചർച്ചയിൽ പങ്കെടുക്കും. പക്ഷെ ഈ പറയുന്ന ഇതിനേക്കാളും ഒരുപക്ഷെ ഈ പറഞ്ഞ സംഭവത്തിനേക്കാളും ഭീകരമായ രീതിയിലുള്ള കൊലയായിരുന്നു അത്.
നേരിട്ടുള്ള ഒരു കൊല. അതെ. പക്ഷെ അത് കഴിഞ്ഞ ആഴ്ച വേറൊരു സാധനം നടന്നു ഇതുപോലെ തന്നെ, പലിശ കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കാത്തവനെ പെട്രോൾ ഒഴിച്ച് അതാ. അപ്പൊ ഇത് ഈ അതിദരിദ്രരുടെ ഇടയിൽ നടക്കുന്ന ഒന്നും തന്നെ നമ്മള് ഇങ്ങനെ കാണാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് സേതു. അത് എനിക്ക് തോന്നുന്നു ഒരു കാര്യം, കേരളത്തിൽ നേരത്തെ നമ്മൾ പ്രിഡേറ്ററി ക്യാപിറ്റലിസത്തിനെ പറ്റി പറഞ്ഞില്ലേ. അപ്പൊ നമ്മളെപ്പോഴും, ഞാൻ കാഫിലൊക്കെ എഴുതുമ്പോൾ ഒരു സമയത്ത് പ്രിഡേറ്ററി ഇൻഫ്രാസ്ട്രക്ചറൽ ഈ ഒരു ഇമാജിനേഷൻ, ക്യാപിറ്റലിസത്തിന്റെ മുതലാളിത്തത്തിന്റെ ഒരു ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭാവന, സ്ഥലഭാവനയും അതിനോടൊപ്പം അതിനെ പിന്താങ്ങുന്ന ഈ പറഞ്ഞ പോലെ പ്രകൃതി വിഭവ ചൂഷണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയ ഇരപിടിയൻ മുതലാളിത്തം എന്നാണ് നമ്മൾ ഒറ്റ ശ്വാസത്തിൽ പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അതല്ലാതെ സർവത്ര ഈ പരബ്രഹ്മത്തിന്റെ കാര്യം പറഞ്ഞു, ഒരു പരബ്രഹ്മത്തിന്റെ സ്റ്റേറ്റസ് ഉള്ള ഒരു മുതലാളിത്തം കേരളത്തിലുണ്ട്. ഫൈനാൻസ് ക്യാപിറ്റലിസം, സ്മോൾ ഫൈനാൻസ്, മൈക്രോ ഫൈനാൻസ് ക്യാപിറ്റലിസം. നമ്മുടെ ഇവിടുത്തെ ഈ പ്രൈവറ്റ് ഫൈനാൻസുകാര് അവര് പിന്നെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭയങ്കരമായ മുതലാളിത്തമുണ്ട്. അതൊരു തരം ഡെറ്റ് ക്യാപിറ്റലിസമാണ്. ഈ കാണുന്ന പാവപ്പെട്ട മനുഷ്യനെ മുഴുവനും കടത്തിന്റെ അടിമകളാക്കുന്ന മുതലാളിത്തമാണ്. അത് സ്ത്രീകൾ, കേരളത്തിലെ സ്ത്രീകളുടെ ആങ്സൈറ്റി, ഈ ഏറ്റവും അധികം നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ സ്ത്രീകള് ഏറ്റവും അധികം ആശങ്കയും ഭാവിയെക്കുറിച്ച് ഭീതിയും ഒക്കെ രേഖപ്പെടുത്തുന്നത് ഏത് വിഷയത്തെക്കുറിച്ചാണെന്ന് അറിയാമോ? ഈ കടം തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ കടത്തിൻ്റെ സബ്ജക്ട്സ് ആയിട്ട്, ഈ ഡെറ്റിൻ്റെ വിഷയികളായിട്ട് കേരളത്തിലെ പാവപ്പെട്ടവർ മുഴുവൻ മാറിയിട്ടുണ്ട്. ധനികരുടെ കാര്യം വേറെ, ധനികർക്ക് കടം ചിലപ്പം അടയ്ക്കാനുള്ള വകുപ്പും ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള കടം എന്ന് പറഞ്ഞാൽ ഒരു ഓയിലിൻ്റെ പിന്നെ ധർമ്മമാണ്. അതായത് അവർക്ക് സ്മൂത്ത് ആയിട്ടുള്ള അവരുടെ ഫംഗ്ഷനിങ്, ലൂബ്രിക്കൻ്റ് ആയ രീതിയിലായിരിക്കും കടം അവരുടെ ജീവിതത്തിൽ. അത് നല്ലതുമായിരിക്കും അവർക്ക്. പക്ഷേ ദരിദ്രരും അതിദരിദ്രരും ഇപ്പം എനിക്ക് തോന്നുന്നു വന്ന് ലോവർ മിഡിൽ ക്ലാസ് എല്ലാം വലിയ തോതിൽ ഇതിന് സബ്ജക്റ്റഡ് ആണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അതാത് ആഴ്ച പലിശ കൊടുക്കാനുണ്ടെങ്കിൽ ഓക്കെ, അത് പലപ്പോഴും ഇത് സ്ത്രീകളുടെ തലയിൽ തന്നെയാണ്, സാമൂഹ്യ തലത്തിൽ ആണ്ടിറങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ദരിദ്രരായ സ്ത്രീകൾ അല്ലെങ്കിൽ ഇടത്തരക്കാരായ സ്ത്രീകൾ, താണ ഇടത്തരക്കാരായ സ്ത്രീകൾ അവരവരുടെ അയൽവക്കങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചില സാമൂഹികതകളുണ്ട്. ആ സാമൂഹികതകളുടെ പുറത്താണ് പലപ്പോഴും കുടുംബശ്രീ വളർന്നിട്ടുള്ളത്. പക്ഷെ ആ സാമൂഹികത തന്നെ ശരിക്കും പ്രിഡേറ്ററിയായി സമീപിക്കുന്ന സ്മോൾ ഫൈനാൻസ് സ്ഥാപനങ്ങളുടെ വലിയ ശൃംഖല തന്നെ കേരളത്തിലുണ്ട്. കടം വളരെ കാര്യമായിട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് ഈ പറഞ്ഞ പോലെ എണ്ണയിടാൻ കേരളത്തിലെ സാമൂഹ്യ ജീവിതം നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ എന്ത് നല്ലതെന്നല്ല നമുക്ക് തോന്നുന്നത്. മറ്റു പല സ്ഥലങ്ങളിൽ പോയിട്ട് വരും, ഇത് നമ്മുടെ ആൾക്കാർ എത്ര വൃത്തിയായിട്ട് നടക്കുന്നു, മക്കളൊക്കെ ഇപ്പം നമ്മൾ ഏറ്റവും പാവപ്പെട്ട വീട്ടിൽ പോയാലും മക്കൾ ഏതെങ്കിലും ടെക്നിക്കൽ കോഴ്സിന് പഠിക്കുവാണ്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്നാണ് ഇതിനുള്ള ആ ഒരു എണ്ണ വരുന്നത്, ഇത് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കടമാണ്. ഇതിന്റെ ഒരു എംപിറിക്കൽ ലെവലിലുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ എന്തെങ്കിലും നടക്കും? വളരെ പ്രയാസമാണ്, ഡേറ്റ കിട്ടാൻ പാടാണ്. പക്ഷെ എന്നാലും ഞങ്ങളുടെയൊക്കെ ഫീൽഡ് സ്റ്റഡീസില് ഇപ്പം ഞാൻ ചെയ്ത ഫീൽഡ് സ്റ്റഡി മാത്രമല്ല, നമ്മുടെ കൂടെ കേരളത്തിൽ തന്നെ ഈ വിഷയം ഡെറ്റിന് കേരളത്തിലെ ഈ സ്ത്രീകളുടെ കടത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒന്ന് രണ്ട് മറ്റുള്ളവരുടെ വർക്കിലാണേലും വളരെ ഹൈ ആണ് കടത്തിന്റെ ലെവൽസ് എന്നുള്ളത് എവിഡന്റ് ആണ്. RBIയുടെ പഠനങ്ങളിലൊക്കെ തന്നെ, ഇത് നബാർഡിന്റെ പഠനങ്ങളിലൊക്കെ ഇത് വളരെ ഹൈ ആണെന്നുള്ളത് എവിഡന്റ് ആണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഇത് പലിശ അടച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഒരു വെല്ലുവിളി. ആ വെല്ലുവിളി മുഴുവനും മിക്കവാറും സ്ത്രീകളുടെ തലയിലാണ്. കേരളത്തിലെ അമ്മമാര് തന്നെയാണ് ഈ കുടുംബം കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഷ്ടപ്പാടെന്ന് വെച്ചാൽ പഴയ രീതിയിൽ എന്തെങ്കിലും വൈകുന്നേരം കഞ്ഞി വയ്ക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊണ്ടുവരാന്നോ, അല്ലെങ്കിൽ മോന് പരീക്ഷയ്ക്കോ ഞാനും ഫീസ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി പൈസ എവിടുന്നെങ്കിലും അതൊന്നും അല്ല. അപ്പൊ എന്താ പറ്റുന്നത് വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെയല്ല, ചിലയിടത്തൊക്കെ ഈ പറഞ്ഞ പോലെ പലയിടത്തും പല രീതിയിലാണ്. ഇപ്പൊ ചിലയിടത്ത് ഈ പറഞ്ഞ താണ ഇടത്തരക്കാരുടെ ഇടയിൽ ഭർത്താവ് ഒരു സ്റ്റഡി ഏണർ ആയിരിക്കും, അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ കുടുംബശ്രീ നല്ല രീതിയിലൊക്കെ പോകും. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ തിരിച്ചടവ് മുടങ്ങും, അങ്ങനെ പ്രശ്നങ്ങളാവും. പിന്നെ പലിശക്കാരോടെടുത്ത പൈസ ഉണ്ടാവും,
ഈ പലിശക്കാർക്ക് കൊടുക്കാൻ വേണ്ടി സർക്കാർ കൊടുക്കുന്ന ഈ താണ പലിശ അല്ലെങ്കിൽ വളരെ ലോ ഇൻട്രസ്റ്റിൽ കിട്ടുന്ന ഡെറ്റ് ഉണ്ടല്ലോ, ക്രെഡിറ്റ് ഉണ്ടല്ലോ ഗവൺമെന്റ് ഇത് കിട്ടും. ആ ക്രെഡിറ്റ് ഈ ഡെറ്റ് അടച്ചു തീർക്കാനോ അല്ലെങ്കിൽ അതിന് പലിശ കൊടുക്കാനോ ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഈ ഡെറ്റിനെ സർവീസ് ചെയ്യുന്ന ഈ പുതിയ ഇത്തരം സ്മോൾ ഡെറ്റ് ക്യാപിറ്റലിസത്തെ സർവീസ് ചെയ്യുന്ന റിസോഴ്സസ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്ന ലോ ഇതായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ട്രാജഡി. പിന്നെ അതുപോലെ പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ഇത് തൊഴിൽ കിട്ടാൻ പഴയതിനേക്കാളൊക്കെ ബുദ്ധിമുട്ട് ആണുങ്ങൾ സഹിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ പുരുഷന്മാർക്ക് ഇപ്പം നിങ്ങൾ കൂലിയൊക്കെ നോക്കിയാൽ നല്ല കൂലിയാണ്, ഒരു കുഴപ്പമൊന്നുമില്ല, മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ ഭേദമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോലി സ്ഥിരമായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് പല പല ജോലികളാണ് ചെയ്യുന്നത്. അപ്പം ഈ ജോലികൾക്കിടയിലൊക്കെ കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടാവും, വരുമാനം ഇല്ലാത്ത ഗ്യാപ്പുകൾ ഉണ്ടാവും. അപ്പോഴൊക്കെ വലിയ ഈ സാധാരണഗതിയിൽ ഈ സ്ത്രീ തന്നെയാണ് സ്ട്രഗിൾ ചെയ്ത് അത് മീറ്റപ്പ് ചെയ്യുന്നത്. ഇതില്ലാതെ വരുമ്പോഴുണ്ടല്ലോ, ഈ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോൾ ഈ പലിശ അങ്ങ് വല്ലാതെ കൂടുകയും ഇവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അത്രയും ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും ചുറ്റും കാണുന്നത്. അപ്പം എങ്ങനെ മനുഷ്യർ ഈ തട്ടിപ്പൊട്ടി പോകുന്നു എന്നുള്ളതാണ് ഒരു നമ്മുടെ പഠനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം. തട്ടിപ്പൊട്ടി മനുഷ്യൻ എങ്ങനെയൊക്കെയും നീങ്ങി പോകുന്നുണ്ട്. ഈ ഇതില് മറ്റേ ഇതൊക്കെ ചെയ്യണതിന്റെ ഇടയിൽ ഈ വെബ്സൈറ്റ് നടത്തുന്നുണ്ടല്ലോ സ്വാതന്ത്ര്യവാദി, അത് എങ്ങനെയാ അതിന്റെ ഒരു വർക്ക്? സ്വാതന്ത്ര്യവാദി പറഞ്ഞ പോലെ ഒരു അതൊരു ഏതാണ്ട് ഒരു ആർക്കൈവായി മാറുന്നുണ്ടല്ലേ? അതെ, അത് അങ്ങനെ തന്നെയാണ് അതിന്റെ കൺസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യവാദിനി ഈ പാൻഡമിക്കിന്റെ സമയത്ത് എല്ലാവരും വീട്ടിൽ പെട്ടുപോയത്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും എനിക്ക് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാനൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു ഫാസിനേഷൻ ഉള്ള ആളാണ്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് അത്. അപ്പോൾ അത് ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ചെയ്യണമല്ലോ, പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ പഠിച്ചുണ്ടാക്കിയത് അത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെയാണ് എനിക്ക് ബേസിക്കലി തുടക്കത്തിൽ കെ സരസ്വതി അമ്മയ്ക്ക് വേണ്ടി ഒരു മെമ്മോറിയൽ ഉണ്ടാക്കണം എന്ന് നല്ല മോഹം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെയാണ്, കുടുംബം ഇല്ലാത്തത് കൊണ്ട് മാത്രം മറന്നുപോയ ആൾക്കാരാണ് അവരൊരാളാണ്. പിന്നെ ഓഫ് കോഴ്സ് കോച്ചാട്ടിൽ കല്യാണിക്കുട്ടിയാണ് അതിൻ്റെ ഏറ്റവും. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് കേരളത്തിലെ ഹൂ വേർ സം ഓഫ് ദ ഷാർപ്പസ്റ്റ് വിമൻ, യുനോ. എന്തോ കട്ടിങ്, ഈ എന്താ പറയുന്നത്, എന്തോ ഒരു ശക്തമായ കട്ടിങ് ഇൻ്റലിജൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള സ്ത്രീകളായിരുന്നു ഇവർ. ഈ കൊച്ചാട്ടിൽ കല്യാണിക്കുട്ടിയമ്മയും ഈ സരസ്വതി അമ്മയും ഒരു കള്ളവും ഇല്ലാത്ത വളരെ പ്രത്യേക തരത്തിലുള്ളൊരു തരം ട്രൂത്ത്ഫുൾനെസ്സും നിലവിൽ. പക്ഷെ രണ്ടുപേരെയും ഈ പറഞ്ഞ പോലെ കുഴിച്ചു മൂടി ബാക്കിയില്ലാതെയാക്കി ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതകാലത്തിൽ എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ എപ്പോഴും തിരിച്ചറിഞ്ഞത് ഇവർക്കൊരു വേണ്ടിയിട്ടൊരു മെമ്മോറിയൽ ഉണ്ടാക്കണം. അപ്പോൾ വേറെ ചിലരൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുക, അവർ നമുക്ക് എല്ലാ വർഷവും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെ പറയും. അതിനെ കൊണ്ട് ഞാൻ പറഞ്ഞവരൊക്കെ അതൊക്കെ വേഗം മറന്നു. പിന്നെ അവർക്ക് വേറെ വല്ല താല്പര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ അതൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്തായാലും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിൽ കുറേ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. സരസ്വതി അമ്മയുടെ എഴുത്ത് ഇതുപോലെ OUP ആയിട്ട് കോൺട്രാക്ട് ഉണ്ടായിരുന്ന സമയത്താണ് അവർ ട്രാൻസ്ലേഷൻ പ്രോഗ്രാം നിർത്തിയത്. അപ്പോൾ എനിക്കതെല്ലാം തിരിച്ചു കിട്ടി. അപ്പോൾ അങ്ങനെ കുറച്ച് ബേസിക് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത കുറേ എൻ്റെ വർക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 100 പീസസ് ഓഫ് വർക്ക് ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇത് ഞാൻ ഓഗസ്റ്റ് 2020 ഇത് തുടങ്ങുന്നത്. പിന്നെ ഞാൻ 1.5 വർഷത്തോളം എല്ലാ ആഴ്ചയും ഒരു പീസ് ആഡ് ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ തന്നെ ഇത് കഴിഞ്ഞപ്പോഴേ, ഈ പാൻഡമിക് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി സകലതും കൊണ്ട് നമ്മുടെ മണ്ടേ കൂടെ വന്നല്ലോ. അപ്പൊ അത് കുറേ നാളിങ്ങനെ എല്ലാരും എന്നോട് ചോദിക്കായിരുന്നു എന്തിനാ ഇതിങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇതൊന്നും ഇതൊക്കെ മാർക്കറ്റിൽ കൂടെ പോണമായിരുന്നു എന്നുള്ളതാണ്. അതാണ് എല്ലാവരുടെയും ഇത്. വിപണിയായിരുന്നെങ്കിൽ ഇതിനെ എങ്ങനെ 100 മേനി കൊയ്തേനെ. അപ്പൊ ഇത് 100 മേനി ഒന്നും കൊയ്യണ്ട, അതവിടെ കിടക്കട്ടെ. ഇങ്ങനെയെങ്കിലും കൂടുതൽ ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കണം എന്നുള്ള ഇതില്ലേ, അത് ശരിയാണ്. ഇതൊക്കെ കുറേ പേര് വായിക്കുന്നതുകൊണ്ട് നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ടാകും. പക്ഷേ ഈ തിരിച്ചു പറയുന്ന വാദമില്ലേ, അതായത് ഒരുപാട് പേര് വായിച്ചാൽ മാത്രമേ ഒരു പുസ്തകമോ ഒരു വെബ്സൈറ്റോ ഗുണപ്രദമാകൂ
അല്ലെങ്കിൽ മഹത്തരമാകൂ എന്നൊക്കെ പറയുന്ന ലോജിക്ക് തെറ്റാണ്. വൺ വേ ഇത് അങ്ങനെ ഉണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുള്ള ഒരു പുസ്തകം നന്നാവാൻ സാധ്യതയുണ്ട്. പക്ഷേ തിരിച്ച് അതല്ല പുസ്തകത്തിന്റെ നന്മയുടെ ഒരു സ്റ്റാൻഡേർഡ്. നല്ല പുസ്തകം ഒരുപാട് പേര് വായിക്കും. പക്ഷെ തിരിച്ച് ഒരുപാട് പേര് വായിക്കുന്ന പുസ്തകം നല്ലതാവില്ല. യാതൊരു അത് കാണാതെയാണ് ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന പല എഴുത്തുകാരും എൻ്റെ പുസ്തകം മാതൃഭൂമി ടോപ്പ് 10 ലിസ്റ്റിന്റെ മണ്ടയിലാണ് കഴിഞ്ഞ 10 ആഴ്ചയായിട്ട് പറയുന്നത്. കരച്ചിൽ വരും. കാരണം എന്ത് കഷ്ടമാണ്, എത്ര ഷാലോ ആണ് എന്ന് തോന്നിപ്പോകുന്ന അപ്പോഴാണ്. അതുകൊണ്ട് ഞാനത് പറഞ്ഞു, ഞാനിതൊരു എങ്ങും പോകാൻ പോകണില്ല. എനിക്ക് വേർഡ് പ്രസ്സിന് ഇനി മാസം വർഷത്തിൽ 2000-3000 രൂപ കൊടുക്കണം. അത്രയേ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് ഞാൻ കൊടുത്തോളാം. ഇപ്പം തൽക്കാലം എനിക്ക് പറ്റും. എനിക്ക് പറ്റാതാവുമ്പോൾ എൻ്റെ മക്കളാരെങ്കിലും ചെയ്തോളും. പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് വർഷമാകുമ്പോൾ ഇതിപ്പോൾ പതുക്കെ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുമ്പോൾ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റീസിലും കുട്ടികൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അസൈൻമെൻറ്റ്സ് സെറ്റ് ചെയ്യുക. കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ട് 2-3 തലമുറ അകലെയായ ആൾക്കാർ ഇത് വിസിറ്റ് ചെയ്യുകയും ഇത് ഉപയോഗിക്കുകയും ഇവരുടെ സ്കൂളുകളിലും ഇവരുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റീസിലും ഇത് അവരുടെ പഠനത്തിന്റെ ഭാഗമാക്കുകയും. സോ ദേ യൂസിങ് ഇറ്റ് ആസ് എ റിസോഴ്സ്. അതാണ് അതിന്റെ കാര്യം. അല്ലാതെ അതൊരു മാസ് സർക്കുലേഷനുള്ള സാധനമല്ല. ഈ മാസ് സർക്കുലേഷൻ അല്ലാത്ത സാധനങ്ങളും കൂടെ നാട്ടിലുണ്ടാവണം. മാസ് സർക്കുലേഷൻ മാത്രം അല്ലാത്ത സാധനങ്ങൾ മാത്രം മതി എന്നൊന്നും ഞാൻ പറയത്തില്ല. ചില സാധനങ്ങളൊക്കെ മാസ് സർക്കുലേഷൻ വേണമായിരിക്കും. അതപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഈ മാസ് സർക്കുലേഷൻ ഹൈ ലിറ്ററേച്ചറില്ലേ മോശമൊന്നുമല്ല, നമുക്ക് വായിക്കാം. ഞാൻ പറഞ്ഞല്ലേ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ചുമ്മാ ഇപ്പോൾ ഇവിടുന്ന് ഡൽഹി വരെ, തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ പോകണം. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ കൊള്ളാം, അത് മലയാള സാഹിത്യം നോക്കുമ്പോൾ റൈറ്റ് എലിമെന്റ്സ് ഉണ്ടല്ലോ. ഒരു പ്രാദേശിക ഭാഷ, ഒരു ഭ്രാന്തൻ, പിന്നെ ഒരു പോലീസുകാരൻ, you get a formula, you get a, you almost know what you're going to read. Fine, you get on the flight and you read it. Big deal. And it's good. പക്ഷേ അതൊന്നും മഹത്തായ സാഹിത്യമോ ഒരു 2 തലമുറ പോലും ലാസ്റ്റ് ചെയ്യാൻ പോകുന്നതോ ആയ സാഹിത്യമല്ല. തലമുറ പോയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങളായിരിക്കും ഉണ്ടോന്ന് കണ്ടറിയണം. കാരണം നമുക്ക് അതിന് ഒരു 5 വർഷം മുമ്പ് ഇതുപോലെ ആഘോഷിക്കപ്പെട്ട പലതും ആരും ഓർക്കുന്ന പോലുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിടക്കും ഉള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അതുപോലെ ഇപ്പൊ ഈ സ്വാതന്ത്ര്യവാദിനി പക്ഷേ ഈ മാസ് സർക്കുലേഷൻ ഒന്നും ഉള്ളതല്ല. പക്ഷെ അതവിടെ കിടക്കും. നമ്മുടെ ഒരു ലീഗസി ആയിട്ട് ഈ പറയുന്ന 3-4 തലമുറ കഴിഞ്ഞുള്ള പിള്ളേർക്ക് വായിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ അതുപോലെ എനിക്ക് അതേപോലെ ഒരു വെബ്സൈറ്റിന് സമയമുള്ളപ്പം ഞാൻ വേറൊന്നും ചെയ്യും. അത് ഞാൻ വിവർത്തവാദിനി എന്ന് തന്നെ പേരിടും. കാരണം എന്താണെന്നറിയാമോ, വിവർത്തനമാണല്ലോ ഈ ബഹളത്തിനിടയിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത്. വിവർത്തനം എന്നുള്ള പ്രക്രിയയ്ക്ക് തന്നെയാണ്. അതൊരു ഇസ്തറ്റിക് അല്ലാതെ ഒരു മാർക്കറ്റ് ഡ്രിവൺ സാധനമായിട്ട് മാറും എന്നുള്ളതാണ് ഇവഞ്ച്വലി. ഇപ്പം അതെങ്ങനെയെന്നുള്ളതല്ല. ഇപ്പം കുറച്ച് പേരൊക്കെ ഉണ്ടാവും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം കേരളത്തിലെ പല വിവർത്തകർക്കും നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടും. ആ ബലത്തിൽ ചിലപ്പോൾ അവർ കുറച്ച് നാളും കൂടെയൊക്കെ പിടിച്ചു നിൽക്കുമായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം. അപ്പം അതുകൊണ്ട് എനിക്ക് വിവർത്തനത്തിനൂടെ താല്പര്യമുള്ളൂ. നല്ല വിവർത്തനത്തിന് 10 തലമുറ കഴിഞ്ഞാണെങ്കിലും മാർക്കറ്റ് ഉണ്ടാവും. മാർക്കറ്റ് എന്നല്ല, അതിനുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ്, അതിന്റെ സർക്കുലേഷൻ. അതായത് അത് സർക്കുലേറ്റ് ചെയ്യുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു മേഖല അതിനുണ്ടാവും. അപ്പോൾ അത് മതി. ഞാൻ കേരളത്തിൽ ഇപ്പൊ തന്നെ എന്തിനാണ് പി പത്മരാജന്റെ കഥകൾ പോലും ആർക്കും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇല്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ക്ലാസിക്കൽ ചായ കിട്ടത്തില്ല. ഹി ഈസ് ടു യങ്. കാര്യം മരിച്ചുപോയത് 91-ലാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം വളരെ ചെറുപ്പമാണ് ആൾക്കാരുടെ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ക്ലാസിക്കൽ ലുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ക്ലാസിക്സിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ മത്സരങ്ങളുടെയൊക്കെ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരുടെ റൈറ്റിങ്ങിനാണ് വലിയ പ്രാധാന്യം. അപ്പൊ അങ്ങനെ ഇഗ്നോർ ചെയ്യപ്പെട്ടവരുണ്ട്. ഒന്നും വേണ്ട. ഇപ്പൊ കോയ പോലെ ഒരു പുസ്തകം, അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണ്ടേ?
അപ്പം ഞാൻ എൻ്റെ ഒരു ഹോപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചിട്ട് ഇവരുടെ അയേഴ്സിനോടൊക്കെ സംസാരിക്കുകയും പിന്നെ അവരുടെ പെർമിഷനോട് കൂടി ഒന്നെങ്കിൽ പുസ്തകം മുഴുവനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും എൻ്റെ പ്ലഷറിന് വേണ്ടി ഞാൻ വിവർത്തനം ചെയ്യും. പിന്നെ എനിക്ക് ട്രാൻസ്ലേഷൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗം തന്നെയാണ് ഞാനും. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് സാമാന്യം തെറ്റില്ലാത്തൊരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പരിഭാഷകരൊക്കെ വായിക്കുന്ന പോലെ ഒരു നെറ്റ്വർക്കിൽ എനിക്കിതിടാൻ പറ്റും. പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അവരുടെ എനിക്കതിൽ വിരോധമൊന്നുമില്ല. ഇറ്റ് മാർക്കറ്റ് പിക്സ് ഇറ്റ് അപ്പ്, ഇറ്റ്സ് അപ് ടു ദെം, നോട്ട് മീ. ഞാനിത് ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുമ്പം ഒരു സാധനം മാത്രം, അത് ദേവിക ആസ് എ പോളമിസ്റ്റ് എന്ന് പറഞ്ഞ പല പോളമിക്സും ദേവികയുടെ ഇതുണ്ട്. അത് ഒരു പേഴ്സണൽ ആവണമെന്നുള്ളതല്ല ഞാൻ പറയണത്, പക്ഷേ യു ആർ വെരി ഡെഡ്ലി ഇൻ ദാറ്റ് വെൻ യു ആർ ടാർഗറ്റിംഗ് സംതിങ്. അതെ, എനിക്കത് ഒന്നെന്ന് വെച്ചാല് ഒന്ന് എനിക്ക് അത് കിട്ടിയിരിക്കുന്നത് ഈ ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റുകളിൽ നിന്നാണ്. ഈ അന്നാചാണ്ടിയുടെ അപ്പുറം ഒന്നും അല്ല. നമ്മൾ അന്നാചാണ്ടിക്ക് 24 വയസ്സില് അവര് ലോ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് അവരുടെ തന്നെ ഗുരുവിനെ ആ വിക്ടോറിയ ടൗൺ ഹാളിൽ കയറി നിന്ന് വലിച്ചു കീറി ഇങ്ങനെ നാര് പരുവാക്കി അവിടെ ഇട്ടിട്ട് പോയി. അത്രയും ലാഘവത്തോടെ 24 വയസ്സേ ഉള്ളൂ എന്ന് ആലോചിക്കണം. അതും എക്സ്റ്റെമ്പറാണ്. ഓയ്യോ എൻ്റെ അമ്മ, അതൊക്കെ കണ്ടിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇതാണ് വേണ്ടതെന്നല്ല. ദാറ്റ്സ് ദി ഓൺലി വേ ടു ഡീൽ വിത്ത് സം കൈൻഡ്സ് ഓഫ് പീപ്പിൾ. വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഈ പോളമിക്സ് എപ്പോഴാണ് വേണ്ടത്, എപ്പോഴാണ് വേണ്ടി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ വെൻ യു ആർ അണ്ടർ അറ്റാക്ക്, വെൻ യു ആർ അണ്ടർ അൺഫെയർ അറ്റാക്ക്. നമ്മൾ ഒരു ചർച്ചയിൽ പല അഭിപ്രായങ്ങൾ വരാൻ നമുക്ക് അതൊക്കെ ചിലപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ചില തരം വിമർശനങ്ങളില്ലേ നമ്മളെ അടിയോടെ നമ്മൾ എഴുതുന്നത് മാറ്റി എനിക്കത് നമ്മൾ ശരിക്കും അപ്പം അതുകൊണ്ട് ഫുട് നോട്ട്സിലൊക്കെ അവരെ അംഗീകരിക്കും. അവരിങ്ങനൊരു ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് എനിക്കിത് നമുക്കിത് തിരിഞ്ഞതെന്നൊക്കെ. ഇതൊന്നുമല്ല, ഇത് ചുമ്മാ ഒരു യാതൊരു തലയും വാലും. ഇപ്പം നമ്മൾ അവരുമായിട്ട് എൻഗേജ് ചെയ്യാൻ നോക്കും. അപ്പം ആ എൻഗേജ്മെന്റിന്റെ അകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മളെ ഈ സമീപകാലത്ത് പിന്നെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ വെറുതെ തുടങ്ങിയൊരു അപ്പം ഞാൻ വിചാരിച്ചു ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ 19-20 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ വികസിച്ച് വന്ന ഒരു ആധുനികതയിൽ നിന്ന് നമുക്ക് ഇന്ന് ആവശ്യമില്ലാത്ത നമുക്ക് ബാധ്യതയായിട്ട് മാറിയിട്ടുള്ള 10 കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചെറിയ ലേഖനങ്ങളാണ്. അപ്പൊ 2000 വാക്ക്, മാക്സിമം 3000 വാക്ക്, ചെറുത്. അതിൻ്റെ ഒരു സീരീസ് 10 എണ്ണം. അതായിരുന്നു എൻ്റെ ഐഡിയ. അപ്പൊ അത് എനിക്കറിയാം ഞാൻ വളരെ ഡെൻസായിട്ട് അത് അത്ര സിമ്പിളായ ഭാഷയിലൊന്നും അല്ല. അപ്പം ഈ ഫേസ്ബുക്കിന്റെ നിലവാരമല്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ എന്തെഴുതിയാലും കൃത്യമായിട്ട് വായിക്കുന്ന ഒരു 25 പേരുണ്ട്. അവരെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ നേരത്തെ പറഞ്ഞ പോലെ ലോകം മുഴുവൻ ഒറ്റയടിക്ക് വായിക്കണം എന്നൊന്നും വിചാരിച്ചല്ലല്ലോ നമ്മൾ എഴുതുന്നത്. ഈ കുലസ്ത്രീ ഫോർ എക്സാമ്പിൾ നമ്മൾ ചുമ്മാ ഒരു എഴുതിയ പൊട്ടിട്ട് ഓൺലൈൻ ഓരോടത്തും ഒരു പരസ്യം പോലും കൊടുത്തിട്ടില്ല. അതിന് 10-12 പ്രിന്റിങ് ആയി. ആവശ്യം ഉണ്ടെങ്കിൽ ആൾക്കാരെടുത്ത് വായിച്ചോളൂ. അതിനിപ്പോൾ നമ്മൾ കിടന്ന് മരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന്. അപ്പം ഇത് ഈ 25 പേരെ ടാഗ് ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ആ 25 പേര് റെസ്പോണ്ട് ചെയ്താൽ മതി. അപ്പം അവരെ വിളിച്ച് നേരത്തെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 25 പേരെ ടാഗ് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഈ CPM-ന്റെ ഒരു സൈബർ ഗുണ്ട പെട്ടെന്ന് ചാടി വന്നിട്ട് പണ്ടങ്ങാണ്ട് എഴുതിയ ഒരു ലേഖനത്തിൽ എനിക്കറിയത്തില്ല അയാൾ ഇങ്ങനെ ഈ ഒരുമാതിരി പരിഹാസം നിറഞ്ഞ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട്, അതായത് ഡോഗ് വിസിൽ എന്ന് പറയില്ലേ, ബാക്കിയുള്ളവരെ വന്ന് ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നവർ. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് പാടാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ശരിക്കും ഈ റോഡിലൊക്കെ പണ്ട് നമ്മള് പൂവാലന്മാരെന്നൊക്കെ പറയില്ലേ, അപ്പൊ നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ ചുമ്മാ നമ്മുടെ കാര്യം നോക്കി വഴിയെ പോകുന്നതായിരിക്കും. അപ്പൊ ഈ നമ്മള് വഴിയെ പോകുമ്പോൾ അവിടെ കിടക്കുന്ന ഒരു കല്ലെടുത്ത് ഒരുത്തം പുറകെ നിന്ന് എറിഞ്ഞേച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തെറി പറയും. അപ്പൊ അതിനെ പണ്ടൊക്കെ പൂവാലൻ എന്ന് പറയും. ഇതുപോലെയാണ് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആരാണ് ഈ ബൗദ്ധിക പൂവാലൻ. അപ്പൊ ഈ ബൗദ്ധിക പൂവാലൻ എന്നുള്ളത് ആ വാക്ക് പെട്ടെന്നങ്ങ് വൈറലായി. ആരൊക്കെയോ എടുത്തു, കുറെ ഫെമിനിസ്റ്റുകൾ എടുത്തു, അല്ലാത്തവരെടുത്തു. ഇയാൾക്കങ്ങ് ദേഷ്യം വന്നെന്ന് തോന്നുക. അതുകൊണ്ട്
എന്നിട്ട് ഇയാൾ അങ്ങോട്ട് തുടങ്ങി. ഇയാളുടെ കുറേ കൂട്ടുകാരെയൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് അങ്ങ് തെറി വിളി, അത് ഇത്. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നതൊക്കെ അബദ്ധങ്ങൾ. അപ്പോൾ ഇതിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ബുദ്ധിജീവികളൊന്നുമല്ല, ഞങ്ങളൊക്കെ ഭയങ്കര തൊഴിലാളികളാണ്, അതാണിതാണ്. അപ്പോൾ അതിൽ ഒരാൾ ഈ ലോക്കോ പൈലറ്റാണ് പോലും. ലോക്കോ പൈലറ്റ് എന്നില്ല, ഈ പറഞ്ഞവൻ തന്നെയാണ് എൻജിൻ ഡ്രൈവർ എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വെറും തൊഴിലാളി, എൻജിൻ ഡ്രൈവറാണ്. അപ്പോൾ എനിക്കറിയത്തില്ല ഈ എൻജിൻ ഡ്രൈവർ എന്ന് പറയുന്നത് എന്തോ മോശമാണെന്ന് എൻ്റെ അറിവിലില്ല. ഇപ്പോഴും ശരിയാണ്, ഒരു ഔട്ട്ഡേറ്റഡ് ടെർമിനോളജി ആണെന്ന് അറിയാം. ലോക്കോ പൈലറ്റ് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ലെക്ചറർ എന്നും റീഡർ എന്നൊക്കെ പറഞ്ഞിരുന്നത് മാറി അസിസ്റ്റന്റ് പ്രൊഫസർ എന്നും അസോസിയേറ്റ് പ്രൊഫസർ എന്നൊക്കെ അമേരിക്കൻ സിസ്റ്റം വരുന്ന പോലെ ഈ എൻജിൻ ഡ്രൈവർ എന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കീഴിൽ പറഞ്ഞത് ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. ഇതെനിക്ക് അറിഞ്ഞൂടെ. അതായത് ഈ പറഞ്ഞവൻ തന്നെ ഉപയോഗിച്ചത് എൻജിൻ ഡ്രൈവർ. ഈ പറഞ്ഞയാൾ ഏതോ യൂണിവേഴ്സിറ്റിയിലെ വലിയ ഉദ്യോഗസ്ഥനാട്ടോ. അപ്പൊ അയാൾക്ക് എന്തോ ഭയങ്കര പുതിയ എന്തോ കാര്യമുണ്ട്, നിങ്ങളുടെ വിമർശനം, ഭയങ്കരമായ വിമർശനമുണ്ട് നിങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു ശരി, എന്നാ അയാൾ എന്താ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഇപ്പം പ്രത്യേകിച്ച് അദ്ദേഹം എൻജിൻ ഡ്രൈവർ ആയതുകൊണ്ട് അത് പറഞ്ഞത് ഒരു പിടി അത്. അപ്പം എൻജിൻ ഡ്രൈവർ എന്ന് പറയുന്ന ഈ ലോക്കോ പൈലറ്റ് ഇദ്ദേഹം പ്രത്യക്ഷനാവുകയും ഇദ്ദേഹത്തിൻ്റെ മണ്ടത്തരങ്ങൾ മുഴുവൻ മണ്ടത്തരങ്ങളാണ്. മുഴുവൻ മണ്ടത്തരങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ലോജിക്കൽ ഫാലസി, ഒരു ശരിക്കും ലോജിക്കൽ ഫാലസീസ് പഠിപ്പിക്കാൻ ആ മനുഷ്യൻ്റെ ഒറ്റ ലേഖനം മതി. ഒരു 6 ലോജിക്കൽ ഫാലസി എങ്കിലും അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം എഴുതി കാണിച്ചു. എനിക്ക് നിങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം കൃത്യമായിട്ട് നിങ്ങളുടെ ഈ അറിവ് വരുന്നത് ഒരു അക്കാഡമിക സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നൊന്നുമല്ല, അതിൻ്റെ പുറത്തുനിന്നാണ്. അതായത് പുറത്തുനിന്നാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ നിങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ അറിവും നിങ്ങളുടെ ഉൾക്കാഴ്ചയും അക്കാദമിക ചുറ്റുപാടുകളിൽ നിന്നല്ല, മറിച്ച് അതിൻ്റെ പുറത്തുനിന്ന് നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് വരുന്നതാണെന്നാണ് നിങ്ങളുടെ സുഹൃത്ത് അവകാശപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻഗേജ് ചെയ്യുന്നത്. ഇത് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, ഇത് എങ്ങൊന്നും വരുന്നതല്ല. ദിസ് ഇസ് നോട്ട് ഈവൻ തോട്ട്. അപ്പം മര്യാദയ്ക്ക് ചിന്തിക്കാൻ പഠിച്ച ശേഷം നമ്മൾ തമ്മിൽ വേണമെങ്കിൽ തർക്കിക്കാം. ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ട് ഞാനത് അയാളോട് എൻഗേജ് ചെയ്യാതെ, അപ്പോഴേക്കും കൂട്ടുകാരും എല്ലാവരും കൂടി അയ്യോ എൻജിൻ ഡ്രൈവർ എന്ന് വിളിക്കുന്നു, അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥൻ ഒരു അടി അടിച്ചു. എൻ്റെ എല്ലാ പബ്ലിക്കേഷൻസും യൂസ്ലെസ് ആണ്, അതിൽ ഡേറ്റയിൽ ഇവരുടെ ഈ ഡേറ്റാധീനിത്തരം കാരണം ഡേറ്റാധീനിത്തരമാണ്, എന്താ പ്രശ്നമാണ് കേട്ടോ. എന്താ ഡേറ്റ എന്താണെന്ന് അറിയത്തില്ല, കുറെ നമ്പർ എഴുതി കൊടുത്താൽ അതൊക്കെ ഡേറ്റ. അപ്പൊ പിന്നെ ഒരു കുറെ ഗുണങ്ങളുണ്ടായത്, ആ സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് നടിച്ചിരുന്ന ഒരു സ്ത്രീ അവരുടെ തനിക്കുണം കാണിച്ചു എന്നുള്ളത് അതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്, നമുക്ക് മനസ്സിലാവുന്ന എങ്ങോട്ടായി പോക്കാണ്. അപ്പൊ പെട്ടെന്ന് കുറെ പേര് ഇങ്ങനെ ഇയാളുടെ കൂടെ ചേർന്ന്, അപ്പം ഞാൻ നോക്കുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ റിസർച്ചേഴ്സ് ആയ ആൾക്കാർ, ചെറിയ ഒരു ക്രൗഡൊന്നും അല്ല. അപ്പം നിങ്ങൾക്ക് അതറിയത്തില്ല, നിങ്ങളുടെ ഡേറ്റയൊക്കെ ഭയങ്കര പോക്കാണ്, ഒന്നിനും കൊള്ളത്തില്ല, നിങ്ങളുടെ നമ്പേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഇത്. അപ്പം ഞാൻ എന്നിട്ട് ഭാഷാലീല മാത്രമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവനെ ഒരു ഭാഷാലീല പഠിപ്പിച്ചിട്ട് തന്നെ കാണാം. അപ്പം ഈ പൂവാലൻ എന്നുള്ളതായി, പൂവാലൻ. അപ്പം ഞാൻ ഈ കോഴി പൂവാലൻ കോഴി എന്നുള്ളത് തിരിച്ചെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നല്ലപോലെ. പൂവാലൻ മീൻസ് 2 things. It can mean either കോഴി or it can mean a sexual harassment. ഇത് രണ്ടും ആവാലോ. ഇത് രണ്ടും തിരിച്ചും മറിച്ചും ഇട്ട് ഇയാളെ കുറെ അധികം ഉമ്മാരെ പാട്ട് കളിപ്പിച്ചു. അപ്പൊ വലിയ കരച്ചിലായി. കുറച്ച് കഴിഞ്ഞ് തെറി വിളിക്കുന്നു, അയ്യോ എന്നെ തെറി വിളിച്ചേ. അപ്പോഴേക്കും ഭാവം മാറി, വിക്റ്റിമായി. ചുമ്മാ അവനവന്റെ പണി നോക്കി ഞാനൊരു മൂലയിലിരുന്ന് എന്റെ പണി ചെയ്തോണ്ടിരുന്നത് എന്റെ വന്ന് ഞോണ്ടിയിട്ട് അപ്പൊ ഈ പറഞ്ഞ പോലെയാണ് ഈ പോളമിക്സ് എന്ന് പറയുമ്പോൾ യു ഹാവ് ഭാഷാ ലീല ആൻഡ് യു ഹാവ് ടു ഹാവ് കമാൻഡ് ഓവർ യുവർ മെറ്റഫേഴ്സ്. നല്ലപോലെ നിങ്ങൾക്ക് മെറ്റഫേഴ്സ് എടുത്ത് ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് മാത്രമേ പോളമിസ്റ്റുകളാവാൻ പറ്റുള്ളൂ. സോ ഇറ്റ് വാസ് ഗുഡ് ഫോർ മീ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കൊള്ളാം, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം മുമ്പൊക്കെ കുറേ, അതായത് മാതൃഭൂമിയിൽ ആദ്യം എഴുതിയിരുന്ന സമയത്ത് ഞാൻ ഇത് രണ്ടുമാണ് കമ്പൈൻ ചെയ്യുന്നത്. റൈറ്റ് ദിസ്, ഈ താടിക്കാരെ പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിലുള്ള റൈറ്റിങ് ഒരു വശത്തും, മറുവശത്ത് ഈ ശരിക്കും പോളമിക്കലായിട്ട് ഞാൻ ഐ യൂസ് ടു ടേക്ക് ഓൺ ഈ ഇൻക്ലൂഡിങ് മൈ ഓൺ സൂപ്പർവൈസർ. എൻ്റെ റിസർച്ചിൽ എൻ്റെ സൂപ്പർവൈസർ ആയിരുന്നു ഡോക്ടർ എം ഗംഗാധരനെ അടക്കം യൂസ് ടു ടേക്ക് ഓൺ. ബട്ട് ദെൻ അതിലെ എന്താ പറയാ, ഇത് അങ്ങനെയല്ലായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു മാസ് അറ്റാക്ക് ആയിരുന്നു. അപ്പൊ മാസ് അറ്റാക്കിന് ഇഫ് യു ലേൺ പോളമിക്സ്, ഇഫ് യു കൈൻഡ് ഓഫ് ഡെവലപ്പ് ദോസ് സ്കിൽസ്, ഐ തിങ്ക് ഈ ഫേസ്ബുക്കിൽ യു കെൻ പിടിച്ചു നിൽക്കണമെങ്കിൽ അതൊക്കെ വേണം. പക്ഷെ എനിക്ക് പിടിച്ചിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. whatever they like. ഇപ്പം ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് പോലെയാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. ഓൺലി ദാറ്റ് ഇപ്പം ഇൻഫാക്ട് ദി ഓൺലി റീസൺ ഐ സ്റ്റേ ഓൺ ഫേസ്ബുക്ക് ഇസ് ബിക്കോസ് വി ഹാവ് എ വിമൻസ് ഗ്രൂപ്പ്
ആൽത്തിയ എന്ന് പറഞ്ഞിട്ട് അതെ. പി ഉഷയും ഞാനും ഒക്കെ കൂടി ചേർന്ന് ഞങ്ങൾ ഉണ്ടാക്കിയൊരു ചെറിയ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നാട്ടുകാരെ അറിയിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിലിരിക്കുന്നത്. അല്ലെങ്കിൽ ബോറിംഗ് ആണ്. ഫേസ്ബുക്ക് ഈസ് സോ ബോറിംഗ്.